ഉള്ളില് ആ പൂർണ്ണത ശ്രീ അത് കിട്ടണമെങ്കിൽ രാമനെ തന്നെ ഭജിക്കണം. രാമനോട് എതിര് നിന്നിട്ട് അതൊരിക്കലും കിട്ടാവുന്നതല്ല. എല്ലാം തന്നുകൊണ്ടിരിക്കുന്നവനെ ഓർക്കണം. കൃതജ്ഞസ്യ ഗജം നാസ്തി. കൃതജ്ഞതയില്ലാത്തവൻ കൃതജ്ഞൻ. എല്ലാം തന്നവനെ ഓർക്കാത്തവൻ, നന്ദിയില്ലാത്തവൻ, അവർക്ക് ഗതിയില്ല. അപ്പൊ നമുക്ക് ഉള്ളിൽ ശ്രീ ഉണ്ടാവണമെങ്കിൽ, സന്തോഷം ഉണ്ടാവണമെങ്കിൽ എല്ലാം തരുന്ന രാമനെ ഉള്ളിൽ നമ്മൾ ഓർക്കണം. ഇത് ആദ്യം തന്നെ നമ്മൾ ഓർമ്മിപ്പിക്കണം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമൻ അവതരിച്ചത് ഏത് വംശത്തിലാ? സൂര്യവംശത്തിൽ. എന്നിട്ട് എന്താ ശ്രീരാമ സൂര്യ എന്ന് പറയാത്തത്? അങ്ങനെ പറഞ്ഞു ശ്രീരാമ രാമ രാമ ശ്രീരാമ സൂര്യ ജയ. വൃത്തം പഴക്കൊന്നുമില്ല. ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് എന്താ? ചന്ദ്രൻ ആരാ? എന്താ നമ്മുടെ അനുഭവം ചിന്തിച്ചു നോക്കൂ. പകൽ സമയത്ത് ചണ്ഡനായിട്ടുള്ള സൂര്യന്റെ പ്രകാശം കൊണ്ട്, ചൂട് കൊണ്ട് തളർന്ന ആൾക്കാർക്ക് രാത്രിയില് സുഖം കൊടുക്കുന്നവനാണ്, അമൃതം വർഷിക്കുന്നവനാണ് ചന്ദ്രൻ, അല്ലേ? അമൃതാംശുവാണ്, അമൃതകിരണനാണ്. സൂര്യന്റെ വെയിലില് തളരുക ചെയ്യുക ആൾക്കാർ. മരങ്ങളൊക്കെ സൂര്യന്റെ വെയിലില് വാടും, ചെടികളൊക്കെ വാടും. രാത്രിയില് സോമന്റെ പ്രകാശം, ചന്ദ്രന്റെ പ്രകാശത്തിലാണ് ഇവയൊക്കെ പുഷ്ടിപ്പെടുന്നത്. സൂര്യപ്രകാശത്തിലെ സസ്യങ്ങള് ഈ അവയുടെ പച്ച നിറത്തിലുള്ള ഇലകളിൽ ഭക്ഷണം തയ്യാറാക്കുള്ളൂ എന്ന് നമുക്കറിയാം, അല്ലേ? വെള്ളമൊക്കെ വലിച്ചെടുത്ത് വായുവിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡൊക്കെ വേർതിരിച്ചെടുത്ത് ഇലയിൽ വെച്ചിട്ട് അത് ഭക്ഷണം ഉണ്ടാക്കും. അവനവന് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ഈ സസ്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കും. പക്ഷേ അതിനെ തൻ്റെ കായ്കളിലോ തടിയിലോ മൂലങ്ങളിലോ ശേഖരിക്കുന്നത്, അതിലൂടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നത് എപ്പോഴാണ്? രാത്രിയിലാണ്. പകല് ഈ ഭക്ഷണം തയ്യാറാവലും രാത്രി അത് ഉപയോഗിച്ച് സ്വയം പുഷ്ടമാവലും സംഭവിക്കണം. ചന്ദ്രന്റെ പ്രകാശത്തിലാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ പകൽ സമയത്ത് കേൾക്കണം, അനുഭവിക്കണം. കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഈ കണ്ടതും കേട്ടതുമായിട്ടുള്ള നമ്മുടെ അനുഭവങ്ങളൊക്കെ സ്വാംശീകരിക്കപ്പെടുന്നത്. നമ്മളിലെ കാണുന്ന കേൾക്കുന്ന ഈ കാഴ്ചകള് വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് തളർച്ച ഉണ്ടാക്കണ്ടേ? ഒരു പകല് എന്തൊക്കെ കണ്ടു, എന്തൊക്കെ കേട്ടു, എന്തൊക്കെ ചിന്തിച്ചു, വയ്യാണ്ടാവും. കിടന്നുറങ്ങിയാൽ അതിന്റെ വികാരങ്ങളൊക്കെ നമ്മളിൽ നിന്ന് പോകും. ഓരോന്ന് കാണുമ്പോൾ ദേഷ്യം വരും, ചിലത് കേൾക്കുമ്പോൾ ദേഷ്യം വരും, ആകെ ടെൻഷൻ അടിക്കും. പക്ഷേ ഒരു ഉറക്കത്തോട് കൂടിയിട്ട് നമ്മൾ അതിന്റെ വികാരങ്ങളെയൊക്കെ മാറ്റി വയ്ക്കും. എന്നാൽ അതിനുള്ള വിവേകം നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാവുകയും ചെയ്യും. അതിന്റെ വിജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഓരോ പകലുകളിലും ഈ സൂര്യന്റെ സാന്നിധ്യത്തിൽ ലോകത്തെ കണ്ടു, ഓരോ രാത്രികളിലും ചന്ദ്രന്റെ സാന്നിധ്യത്തിൽ ആശ്വസിച്ചുമാണ് നമ്മളൊക്കെ ഇതുവരെ എത്തിയിട്ടുള്ളത്. മലര് കണ്ടിട്ടില്ലേ? മലര് വിത്ത് കണ്ടിട്ടില്ലേ? എങ്ങനെയാ ഉണ്ടാക്കുക മലര് വിത്ത്? അത് പകലും രാത്രിയും അതിനെ ചുറ്റി പറ്റില്ലേ? പകൽക്ക് വെയിലും കൊള്ളിക്കണം, രാത്രിയിലെ മഞ്ഞും കൊള്ളിക്കണം, ആ ചന്ദ്രന്റെ പ്രകാശവും കൊള്ളിക്കണം. കുറച്ച് കാലം കഴിഞ്ഞാലേ മലര് വിത്താവുള്ളൂ. ഇതുപോലെ മലരെങ്ങനെയാ വിത്തായിട്ട് കാര്യമില്ല. അത് അടുപ്പത്തേക്ക് ഒന്നും ചൂടാക്കിയാൽ അതിനെ പൊട്ടിച്ചിട്ട് ഉമിയെ പൊട്ടിച്ചിട്ട് ഇതുപോലെ നമ്മൾക്കൊരു പ്രത്യേക സന്ദർഭത്തിൽ ഇതെല്ലാം വിട്ടിട്ട് പറന്നു പോണ നിലയിലേക്ക് അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കണമെങ്കിൽ നമ്മൾ മലര് വിത്ത് പോലെയാവും. അതിന് ഈ പകലും രാത്രിയും വേണം. അതിൽ നമുക്ക് ഏറ്റവും ആശ്വാസത്തെ തരുന്ന, സമാധാനത്തെ തരുന്ന, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചന്ദ്രകിരണനാണ് ശ്രീരാമൻ. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്ര എന്ന് വിളിക്കുന്നത്.
ശ്രീരാമസൂര്യമല്ല. ഇനി ഭാഗവതം വായിക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് പറഞ്ഞാലും കൃഷ്ണൻ തന്നെയാ പറയാം അല്ലേ. അവിടെ കൃഷ്ണ സൂര്യൻ എന്ന് വിളിക്കാം, ശ്രീരാമനെ ചന്ദ്രൻ എന്ന് വിളിച്ചു, കൃഷ്ണനെ സൂര്യൻ എന്ന് വിളിക്കാം പകരത്തിന് പകരം. അങ്ങനെയാ അവിടെ ചന്ദ്രൻ തന്നെയാ പറയാം. ഈശ്വരന്റെ മഹിമ അതാണ്. നമ്മളറിയാതെ തന്നെ നമ്മളുടെ ഓരോ അനുഭവങ്ങളെയും നമ്മുടെ ഉള്ളിൽ അറിവാക്കി നമ്മളെ വളർത്തി കൊണ്ടുവരും. പിന്നെ പറയണം ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ. രാമഭദ്ര എന്ന് വിളിക്കണം. ഭദ്രം എന്ന് പറഞ്ഞാൽ എന്താ? ഭദ്രം കർമ്മയാമ. ഭദ്രം എന്ന് പറഞ്ഞാൽ എന്താ? ഭദ്രകാളി. ഭദ്രം എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. സുഭദ്ര. കയ്യിൽ പൈസ എടുത്ത് വെക്കണം കേട്ടോ. ഭദ്രം എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം? പറയാൻ പറ്റില്ല വെച്ചാലും എല്ലാവർക്കും അറിയാം. പറഞ്ഞു ബോധിപ്പിക്കാൻ ചിലപ്പോൾ പറ്റില്ല എന്ന് വരും. എല്ലാവർക്കും അറിയാം ഭദ്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം. എന്തുകൊണ്ട് ശ്രീരാമനെ രാമഭദ്ര എന്ന് വിളിച്ചു? രണ്ടാമത്തെ മന്ത്രത്തില് നമ്മളെ സംരക്ഷിക്കണം. ശ്രീരാമൻ എന്ന നാമം, ശ്രീരാമൻ എന്ന ബോധം നമ്മളെ തകർന്നു പോകാതെ തളർന്നു പോകാതെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം, രക്ഷിച്ചിട്ട്. ശ്രീരാമ രാമ രാമ സീതയ്ക്ക് അഭിരാമനാണ്. സീതാദേവി രാമായണം അതുകൊണ്ട് വേഗം പറ്റും. സീതാദേവി ചിന്തിച്ചു നോക്കൂ. ഭൂമിയിൽ നിന്ന് അല്ലേ ഒരു അച്ഛന്റെയും അമ്മയുടെയും മകനായിട്ടോ മകളായിട്ടോ ജനിച്ചതാണ് നമ്മളൊക്കെ. അപ്പൊ നമുക്ക് ഈ ജീവന്റെ ജന്മജന്മാന്തരമായിട്ടുള്ള സ്വഭാവങ്ങളുടെ കർമ്മങ്ങളുടെ കുറച്ച് ബാക്കിയുണ്ടാവും. പ്രാരബ്ധം, വാസന എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജീവന് കുറച്ചുണ്ടാവും. പിന്നെ നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന അച്ഛനും അമ്മയും കുടുംബവും അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാവും അല്ലേ. അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന സമയത്ത് അമ്മ എന്തെല്ലാം കണ്ടു, അമ്മ എന്തെല്ലാം കേട്ടു, അമ്മ എന്തെല്ലാം അനുഭവിച്ചു, അതൊക്കെ ആ കുഞ്ഞിന് സ്വഭാവത്തിലായിട്ട് വരുന്നു പറയും. സീതാദേവിക്ക് അങ്ങനെ ഒന്നുമില്ല. ഏതെങ്കിലും അമ്മയുടെ ഗർഭത്തിലാണോ ജനിച്ചേ? അല്ല. അപ്പോൾ പരിശുദ്ധിയാണ് കാണിക്കണം. ആ ജീവൻ്റെ പരിശുദ്ധിയാണ്, അയോനിജയാണ്. ആ സീതാദേവി സാക്ഷാത് ജഗദംബിക തന്നെ ആരുടെ മകളായിട്ടാണ് വളർന്നു വന്നത്? ജനക മഹാരാജാവിൻ്റെ. ജനക മഹാരാജാവ് എന്ന് പറഞ്ഞാൽ ആരാ? ഭാഗവതത്തിലെ നവമസ്കന്ധത്തിലെ 13-ാമത്തെ അധ്യായം ജനകവംശത്തെക്കുറിച്ചാണ് പറയുക. സ്വന്തം ശരീരം വേണ്ടെന്ന് വെച്ചവരാണവർ. ആദ്യത്തെ നിമി മഹാരാജാവ് അവനവൻ്റെ ശരീരം വേണ്ടെന്ന് വെച്ചു. വസിഷ്ഠ മഹർഷിയും ഈ നിമി മഹാരാജാവും തമ്മിൽ എന്തോ അങ്ങോട്ടും ചെറിയ കശപശയുണ്ടായി. വസിഷ്ഠൻ നിമിയെ ശപിച്ചു, നിനക്ക് ദേഹമില്ലാണ്ടായി പോട്ടെ. അപ്പോൾ നിമി തിരിച്ച് അങ്ങോട്ട് ശപിച്ചു, അങ്ങേക്കും ദേഹമില്ലാണ്ടായി പോട്ടെ. രണ്ട് ദേഹവും വീണു, ജീവന്മാർ മാത്രം നിൽക്കുന്നുണ്ട്. ദേവന്മാർ വസിഷ്ഠന് വീണ്ടും ദേഹം കൊടുത്തു. നിമിക്ക് കൊടുത്താൻ പുറപ്പെട്ടപ്പോൾ നിമി പറഞ്ഞു, എനിക്ക് വേണ്ട ദേഹം എന്നാ അവരൊരു സ്നേഹം, ആ ദേഹത്തിലേക്ക് വീണ്ടും കയറാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം ദേഹത്തിലിരുന്നാൽ ഇതിൻ്റെ വളർച്ചയെക്കുറിച്ചും തളർച്ചയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ ഉള്ള ചിന്തകൾ വരും. ദേഹത്തിലിരുന്നാൽ അതിനോട് ബന്ധപ്പെട്ട സകല ചിന്തകളും വരും, മനസ്സ് സ്വസ്ഥമല്ലാതാവും. അതുകൊണ്ട് എനിക്ക് ദേഹം വേണ്ട. അങ്ങനെയാണ് വിദേഹൻ ആയിത്തീരണത്. പിന്നെ ആ നിമിയുടെ വംശം എല്ലാവരും വിദേഹന്മാർ, ജനകന്മാർ. ജനകൻ എന്ന് പറഞ്ഞാൽ സ്വതവേ ആ വാക്കിനർത്ഥം അച്ഛൻ അല്ലേ. ജനകനും ജനനിയും. ജനകൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്നർത്ഥം. തനിക്ക് താൻ തന്നെ ജനകൻ.
അല്ലാതെ താൻ മറ്റൊരു വസ്തുവിൽ നിന്നുണ്ടായതല്ല, തനിക്ക് താൻ തന്നെ ജനകൻ. അങ്ങനെ ആത്മബോധത്തിൽ താൻ എന്തിനാണിവിടെ, എന്താണ് ചെയ്യേണ്ടത്, കൃത്യമായിട്ടുള്ള അവബോധത്തിൽ ധർമ്മിഷ്ഠരായി ജീവിച്ചവരാണ് ജനകവംശത്തിൽ ഓരോരുത്തരും. ധർമ്മത്തിൻ്റെ പ്രതിരൂപമാണ് ജനകന്മാർ. അങ്ങനെയുള്ള ജനകൻ്റെ മകളായി ജാനകിയായിട്ടാണ് സീതാദേവി വളരുന്നത്. സ്വതവേ തൻ്റെ പ്രാരബ്ധം, വാസന ഇതൊന്നുമില്ലാത്ത പരിശുദ്ധ, ഈ ലോകത്തിൽ ധർമ്മത്തിൽ മാത്രം ചരിക്കാൻ വളർത്തപ്പെട്ടവൾ. അങ്ങനെയുള്ള സീതയ്ക്ക് അഭിരാമനാവണം രാമനെങ്കിൽ സീതാഭിരാമ. സീതയുടെ മനസ്സിന് ഏറ്റവും ആശ്രയിക്കത്തക്കതാവണം രാമനെങ്കിൽ രാമൻ എത്രത്തോളം ധർമ്മിഷ്ഠനാവണം. അല്ലെങ്കിൽ ജനകൻ്റെ മകളായിട്ടുള്ള ജാനകി, സീത രാമനിൽ എന്തെങ്കിലും ഒരു കുറവ്, ഒരു ധർമ്മനിഷ്ഠയ്ക്ക് പോരായ്മ കണ്ടുവെങ്കിൽ അത് ശരിയല്ലെന്ന് തോന്നും. അപ്പോൾ നമുക്ക് തോന്നാറില്ലേ? നമ്മുടെ കാര്യം ആലോചിച്ച് നോക്കൂ. നമ്മൾ അത്രയൊന്നും അറിവുള്ളവരല്ല, നമ്മളാരും അത്ര പുണ്യാത്മാക്കളൊന്നുമല്ല. എന്നിട്ടും നമ്മുടെ അച്ഛനോ അമ്മയോ ഭർത്താവോ ഭാര്യയോ ഗുരുനാഥനായാൽ പോലും അരുതാത്തത് എന്തെങ്കിലും ചെയ്ത് കണ്ടാൽ നമ്മുടെ ഉള്ളിൽ തോന്നാറില്ലേ, ഓ അത് ശരിയല്ല. അത്രയൊന്നും അറിവില്ലാത്ത നമ്മുടെ ഉള്ളിൽ പോലും മറ്റുള്ളവരുടെ ചില തെറ്റുകൾ കാണുമ്പോൾ അത് ഒരു കളങ്കമായിട്ട് തോന്നണോ? എങ്കിൽ സാക്ഷാൽ സീതാദേവിക്ക് രാമനിൽ മനസ്സൊരിക്കലും സംശയമുണ്ടായിട്ടില്ല, രാമനിൽ നിന്ന് മനസ്സകന്നിട്ടില്ല സീതയുടെ. സീതയ്ക്ക് അഭിരാമനായിരുന്നു രാമൻ എന്ന് പറഞ്ഞാൽ രാമൻ എത്രത്തോളം ധർമ്മനിഷ്ഠനാണെന്നാണ് കാണിക്കുന്നത്. സീതാഭിരാമ എങ്ങനെ സാധിച്ചു? രാമന് എങ്ങനെ ധർമ്മനിഷ്ഠയിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കാൻ സാധിച്ചു? അടുത്തത് പറയണു, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ലോകത്തിന് അഭിരാമനാണ്, അതുകൊണ്ട് സീതയ്ക്കും അഭിരാമനാണ്. ലോകം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും, ഇവിടെയുള്ള എല്ലാവരും. ലോകത്തിൽ എത്ര തരത്തിലെ ആൾക്കാരുണ്ട്, എന്തൊക്കെ സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. എന്നാൽ അവർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനാവണം രാമൻ, അഭിരാമനാവണം എങ്കിൽ അതെങ്ങനെ സാധിക്കും? ഭാഗവതത്തിലൊരു കഥ പറയേണ്ട, എനിക്ക് ഭാഗവതം മാത്രമേ അറിയുള്ളൂ, ശീലിച്ചത് അതായതുകൊണ്ട് എപ്പോഴും അതെന്നുള്ളതാണ് ഓർമ്മ വരിക. ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ പറയണതാണ്, വേദവ്യാസർ എഴുതിയതാണ് ഭാഗവതം. തൻ്റെ മകനായിട്ടുള്ള ശ്രീ ശുകനെ ആണത് പഠിപ്പിച്ചത്. ശ്രീ ശുകനാണത് പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തത്. ഈ ശ്രീ ശുകനെ കുറിച്ച് പറയുമ്പോൾ അച്ഛൻ്റെ അരണിയിൽ നിന്ന്, വേദവ്യാസൻ്റെ അരണിയിൽ നിന്നുണ്ടായി ഒരക്ഷരം അച്ഛനോട് മിണ്ടാതെ തിരിഞ്ഞൊന്നും നോക്കാതെ പരിവ്രാജനം ചെയ്തങ്ങോട്ട് പോയി. എവിടേക്കെന്നില്ലാതെ പോയി ശ്രീ ശുകൻ. വേദവ്യാസരെ പിന്നാലെ പുത്ര 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 എന്ന് വിളിച്ച് ഓടുന്നുണ്ട്. ശ്രീശുകൻ തിരിഞ്ഞ് നോക്കണില്ല. എന്നാൽ വേദവ്യാസന് ആ ശ്രീശുകനെ വിട്ട് ഇങ്ങോട്ട് പോരാനും തോന്നില്ല. ഒരു ഉണ്ണി അങ്ങനെ പോയിച്ചാൽ പോട്ടെ, അടുത്തത് ഒരെണ്ണം നോക്കാം, അങ്ങനെ തോന്നണമില്ല. ശ്രീശുകനെ വിടാൻ പറ്റുന്നില്ല വേദവ്യാസന്. അങ്ങനെ പോകുമ്പോൾ ഒരു രംഗം കണ്ടു. ഒരു പൊയ്കയിൽ കുറേ സ്ത്രീജനങ്ങൾ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ശ്രീശുകൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ വസ്ത്രമൊന്നുമില്ല, ദിഗംബരനായിട്ടാണ് പോണത്. ശ്രീശുകൻ ദിഗംബരനായിട്ട് നടന്നു പോകുമ്പോൾ ഈ സ്ത്രീജനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. അവർക്ക് യാതൊരു ഭാവവ്യത്യാസമില്ല, എന്തോ ഒരു ആനന്ദത്തിൽ ലയിച്ച പോലെ അവർ നിന്നു. പിന്നാലെ പുത്രാ പുത്ര എന്ന് വിളിച്ച് വേദവ്യാസം വന്നപ്പോൾ ഇവരൊക്കെ വെള്ളത്തിലേക്ക്, കഴുത്തറ്റം വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നു. അപ്പോൾ വേദവ്യാസർ ചോദിച്ചു, ചെറുപ്പക്കാരനായിട്ട് ദിഗംബരനായിട്ടുള്ള എൻ്റെ മകൻ നടന്നു പോകുമ്പോൾ നിങ്ങൾക്കൊരു നാണമില്ല, വയസ്സായിട്ടുള്ള ഞാൻ ഇതിലെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ നാണം എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയുകയാണ്, അങ്ങയുടെ മകന് സ്ത്രീ പുരുഷൻ എന്ന ഭേദമില്ല, അദ്ദേഹം അവനവൻ ആത്മബോധത്തിലാണ്, ചുറ്റിലും എല്ലാത്തെയും ആത്മാവായിട്ട് ബ്രഹ്മമായിട്ടേ കാണുന്നുള്ളൂ. എന്നാൽ അങ്ങേക്ക് അങ്ങനെയല്ല, അങ്ങ് ഇത് പുരുഷനാണ്, ഇത് സ്ത്രീയാണ്, ഇത് മനുഷ്യനാണ്, ഇത് മരമാണെന്നൊക്കെ വേറെ വേറെ കാണുന്നു. അങ്ങയുടെ നോട്ടത്തിൽ ഞങ്ങൾ സ്ത്രീകളായതുകൊണ്ട് ഞങ്ങൾക്ക് നാണുണ്ടായി, ശുകൻ്റെ നോട്ടത്തിൽ ഞങ്ങൾ ബ്രഹ്മമായതുകൊണ്ട് ഞങ്ങൾക്ക് ബ്രഹ്മാനന്ദമാണ് ഉണ്ടായത്, അങ്ങയുടെ നോട്ടത്തിൽ ഞങ്ങൾ സ്ത്രീകളായപ്പോൾ ഞങ്ങൾക്ക് നാണുണ്ടായി.
നോക്കുന്നവൻ്റെ കണ്ണനുസരിച്ച്, നോട്ടമനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ഭാവവ്യത്യാസം ഉണ്ടാവും അല്ലേ? എൻ്റെ മുമ്പിലിരിക്കുന്നത് മിക്കവാറും സ്ത്രീകളാണ്. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. മറ്റുള്ളവർ നോക്കുന്ന നോട്ടത്തിൻ്റെ വ്യത്യാസം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതിനനുസരിച്ച് ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? മനസ്സിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇവിടെ നോക്കൂ, ആ ശ്രീശുകന് മരങ്ങൾ പോലും പുത്ര പുത്ര എന്ന് വിളിക്കുന്ന നിലയിലേക്ക് അവയെ ആകർഷിക്കാൻ സാധിച്ചു. ഒന്നും അറിയാത്ത യോഷിത്തുകൾ, സ്ത്രീകൾക്ക് പോലും ബ്രഹ്മബോധത്തിൽ നിൽക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. ശ്രീശുകൻ എങ്ങനെയാണ് സാധിച്ചത്? അവനവൻ ബ്രഹ്മനിഷ്ഠനായതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിനെ തന്നിലേക്ക് ആകർഷിക്കാനും അഭിരമിപ്പിക്കാനും സാധിച്ചു അല്ലേ? ഇതുപോലെയാണ് ഇവിടെ ലോകാഭിരാമ എന്ന് വിളിക്കുന്നത്. ലോകത്ത് പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ അവരുടെയൊക്കെ മനസ്സിനെ അഭിരമിപ്പിക്കാൻ തൻ്റെ സാന്നിധ്യം കൊണ്ട്, ഒരു പുഞ്ചിരി കൊണ്ട് എല്ലാവരെയും തന്നിൽ ലയിപ്പിച്ച് നിർത്താൻ ശ്രീരാമന് സാധിച്ചിരുന്നു. കാരണം രാമൻ ലോകത്തിലെല്ലാത്തെയും സ്നേഹത്തോടുകൂടി കാരുണ്യത്തോടുകൂടി മാത്രമാണ് വീക്ഷിച്ചിട്ടുള്ളത്. അവർ രാമനെ കണ്ടത് എങ്ങനെയാണെന്നുള്ളത് സാരമില്ല. രാമൻ എല്ലാവരെയും, മനുഷ്യരെയും മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാത്തെയും തുല്യമായി സ്നേഹത്തോടു കൂടി മാത്രമാണ് വീക്ഷിച്ചത്. മാർക്കടന്മാരെ ആയാലും ശരി, ജടായു സമ്പാദി മുതലായിട്ടുള്ള ഗൃധ്രങ്ങളെ ആണെങ്കിലും ശരി, ഏത് ജീവിയെയും സ്നേഹിക്കുകയേ ചെയ്തിട്ടുള്ളൂ. ലോകത്തെ അഭിരമിപ്പിച്ചവനാണ് രാമൻ. ലോകത്തെ അഭിരമിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കുക. നമുക്ക് ഒന്നും സാധിക്കണില്ല. ഇടയ്ക്കൊക്കെ നമ്മളെക്കുറിച്ച് കൂടി ഒന്ന് ചിന്തിച്ച് നോക്കണം. നമ്മൾക്ക് എത്ര പേരെ സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്? എത്ര പേരെ നമുക്ക് സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്? അത് തന്നെ എത്ര നേരത്തേക്ക്? ഒരാളെ സന്തോഷമായി മറ്റ് ചിന്തകളൊന്നുമില്ലാതെ ആനന്ദമായിട്ട് ഇരുത്താൻ ഒരു പക്ഷെ സാധിച്ചേക്കാം. പക്ഷെ 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അയാളുടെ മനസ്സ് വേറെ വല്ല വഴിക്ക് ഓടും അല്ലേ? ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് 1 മണിക്കൂറായി നിങ്ങളോട് എന്തൊട്ടൊക്കെ പറയണു. നിങ്ങളുടെ മനസ്സ് ഇതിൻ്റെ ഇടയിൽ എങ്ങോട്ടൊക്കെയോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര നേരം ഈ ജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധ എവിടെ പിടിച്ചു നിർത്താൻ പറ്റും? മനസ്സ് പല വഴിക്ക് പോവേ. മനസ്സങ്ങനെയാണ്. ഈ ലോകത്ത് സകലരുടെയും മനസ്സിനെ തന്നിൽ ലയിപ്പിച്ച് അഭിരമിപ്പിച്ച് നിർത്തണം എങ്കിൽ അതത്ര എളുപ്പമല്ല. അത് ചെയ്തവനാണ് രാമൻ, ലോകാഭിരാമനാണ്. അതുകൊണ്ടാണ് അവിടുന്ന് സീതാഭിരാമനായിരിക്കുന്നത്. സീതാദേവി ആരാന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ജനകപുത്രിയാണ്, പരിശുദ്ധയാണ്, ധർമ്മനിഷ്ഠ ഏറ്റവും ഉള്ളവളാണ്. ആ സീതയുടെ മനസ്സിന് ഒരാളിൽ അഭിരമിക്കണമെങ്കിൽ തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ 100% ലോകത്തിൻ്റെ സന്തോഷത്തിന്, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചവനായതുകൊണ്ടാണ്, 100% രാമൻ ധർമ്മനിഷ്ഠനായതുകൊണ്ടാണ് സീതയുടെ മനസ്സിനെ അഭിരമിപ്പിക്കാൻ സാധിച്ചത്. ഇതാണ് സീതാഭിരാമ, ലോകാഭിരാമ എന്ന ആ 2 മന്ത്രങ്ങളിലൂടെ തന്നെ നമുക്ക് കാണിച്ചു തരണേ. രാമായണത്തിൻ്റെ മാഹാത്മ്യം പറയാനാണ് എന്നോട് പറഞ്ഞതേ. ഓരോ ദിവസം എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ള വിഷയങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മാഷ്. അപ്പോൾ ആദ്യത്തെ ദിവസം രാമായണ മാഹാത്മ്യം എന്നാണ് എന്നോട് പറഞ്ഞത്. രാമായണത്തിന് ഇപ്പം എന്താ മാഹാത്മ്യം പറയുക? രാമായണത്തിൻ്റെ മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ രാമൻ്റെ മാഹാത്മ്യം പറയുക. അല്ലാതെ രാമായണത്തിന് വേറൊരു മാഹാത്മ്യം രാമനുണ്ട് ഇതിൽ. അതാണ് രാമായണത്തിൻ്റെ മാഹാത്മ്യം. രാമൻ എന്ന ഈ അത്യത്ഭുതമായ ഒരാളില്ല എങ്കിൽ ഈ രാമായണത്തിലെ കഥയും നമ്മൾ സീരിയലിൽ കാണുന്ന കഥയും തമ്മിൽ എന്താ വ്യത്യാസം? രാമായണം അനവധി പ്രാവശ്യം വായിച്ചിട്ടില്ലേ, കേട്ടിട്ടില്ലേ? ഒരു വലിയ കുടുംബം, അനവധി കാശ്, അതിൻ്റെ ഇടയിൽ കുനുട്ട കുന്നായ്മ കൊത്തിത്തിരിപ്പ്, അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, പിന്നെ വില്ലൻ ഭാര്യയെ തട്ടിക്കൊണ്ട് പോവുക, അവിടെ പോയി ഇടിച്ച് മേടിച്ചുകൊണ്ട് വരിക. ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ സിനിമയിലും സീരിയലിലും കാണുന്ന കഥയും രാമായണവും തമ്മിൽ എന്താ വ്യത്യാസം? ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. രാമായണത്തെ രാമായണമാക്കുന്നത് രാമൻ അതിലുണ്ട് എന്നുള്ളതാണ്. ബാക്കിയൊക്കെ ലൗകികമാണ്. തൻ്റെ സാന്നിധ്യം കൊണ്ട് താൻ നടന്ന വഴിയെ മുഴുവൻ പവിത്രമാക്കിയവനാണ് രാമൻ. തൻ്റെ സാന്നിധ്യം കൊണ്ട്, തൻ്റെ വസ്തുഗുണം കൊണ്ട് തൻ്റെ അടുത്ത് വന്നവരെ മുഴുവൻ
മഹായോഗിമാരാക്കിയവനാണ് രാമൻ. രാമൻ്റെ മാഹാത്മ്യമാണ് രാമായണത്തിൻ്റെ മാഹാത്മ്യം. നമുക്ക് ഈ രാമായണം എന്ന കഥയില്ലെങ്കിൽ, അതിലൊരുപാട് കഥാപാത്രങ്ങളില്ലെങ്കിൽ രാമൻ്റെ മാഹാത്മ്യം അറിയാൻ സാധിക്കില്ല. അതിനാണ് അവയൊക്കെ. ഈ രാമൻ നമ്മുടെ ഒപ്പമുണ്ടേ, നമ്മളുടെ ഓരോരുത്തരുടെയും ഒപ്പമുണ്ട്. അകത്തും പുറത്തും ഉണ്ട്, മുമ്പിലും പിന്നിലും ഉണ്ട്, മുകളിലും താഴെയുണ്ട്, ദിക്കിലും കോണിലും ഉണ്ട്. നമ്മുടെ ഒപ്പമുള്ള ആൾ ഈ രാമനാണ്. പക്ഷെ നമ്മളറിയണ്ടോ എത്ര കാലമായി? 50, 60, 70 കൊല്ലമൊക്കെയായി. എന്നിട്ട് ഇതുവരെ കൂടെയുള്ളവൻ്റെ മാഹാത്മ്യം അറിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ രാമനുണ്ടായാൽ രാമൻ്റെ മാഹാത്മ്യം അറിയില്ല. രാമായണം വേണം. രാമായണത്തിലൂടെയാണ് രാമൻ്റെ മാഹാത്മ്യം പറഞ്ഞു തരുന്നത്. എന്നാൽ രാമൻ എന്നൊരു വസ്തു ഇല്ലെങ്കിൽ, അതിനെ മാറ്റി നിർത്തിയാൽ രാമായണത്തിന് വേറെ മാഹാത്മ്യമൊന്നും ഇല്ലതാനും. ഏതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി പറയുമ്പോൾ പ്രകൃതി ത്രിഗുണാത്മികയാണ്. അത് പിന്നീട് 24 തത്വങ്ങളായി പിരിയുന്നു. എല്ലാം കൂടി ചേർന്ന് വിരാട്ട് എന്ന് പറയുന്ന ആദ്യ രൂപമായി തീരുന്നു. അതിൽ ഓരോരോ ഇന്ദ്രിയങ്ങളിലും ദേവന്മാരൊക്കെ പ്രവേശിച്ച് അതിനെ പ്രവർത്തിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ഈ പ്രപഞ്ചത്തിനൊരു ചലനവുമില്ല, ജഡമായിട്ട് കിടക്കണം. അതിൻ്റെ ഉള്ളിലേക്ക് ചിത് സ്വരൂപനായ ഭഗവാന്റെ സാന്നിധ്യം ഇങ്ങോട്ട് വന്നപ്പോൾ വിരാട്ട് എഴുന്നേറ്റു പ്രവർത്തിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് ഉൽപ്പത്തി പറയുക. ജഡമായിട്ടുള്ള ഈ പ്രകൃതിയെ പ്രവർത്തിപ്പിക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ചൈതന്യമാണ്. ഇതുപോലെ രാമായണത്തിൻ്റെ കഥ നോക്കിക്കോളൂ, അതിലെ കഥാപാത്രങ്ങളെ നോക്കിക്കോളൂ. അതൊക്കെ നമ്മുടെ ജീവിതവും അതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ രാമൻ്റെ സാന്നിധ്യമാണ് രാമായണത്തെ രാമായണാക്കുന്നത്. ഈ ജീവൻ എന്ന് പറയുന്ന ചൈതന്യത്തിനെ ഒരു ശരീരത്തിലൂടെ അല്ലാതെ നമ്മൾക്ക് കാണാനും സാധിക്കില്ല. ജീവനുള്ളതുകൊണ്ടാണ് ശരീരം പ്രവർത്തിക്കണേ, ഇല്ലെങ്കിൽ അത് ജഡമാണ്. പക്ഷെ ജീവനെ നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കണേ ഒരു ശരീരത്തിലൂടെ പറ്റുള്ളൂ. അതിന് സ്വയം നിലനിൽക്കാൻ പറ്റുമെങ്കിലും നമുക്ക് അനുഭവം വരില്ല. ഇപ്പോൾ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ മുത്തശ്ശൻ, മുത്തശ്ശി, അമ്മാമൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ. നമുക്ക് ശരീരത്തോടു കൂടിയിരിക്കുമ്പോൾ ഇവരൊക്കെ നമുക്ക് അനുഭവമായിരുന്നു. നമ്മളോട് വർത്തമാനം പറഞ്ഞായിരുന്നു, സങ്കടപ്പെടുമ്പോൾ നമ്മുടെ കണ്ണീര് തുടച്ചായിരുന്നു. ശരീരം പോയപ്പോൾ ഇപ്പോൾ അച്ഛൻ കൂടെയുണ്ട്, അമ്മ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കാനല്ലേ പറ്റുള്ളൂ. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ചൈതന്യം മാത്രമായിട്ട് നിന്നാൽ നമുക്കതിനെ അനുഭവിക്കാൻ പറ്റില്ല. അത് പ്രകൃതി, ജഡമായിട്ടുള്ള പ്രകൃതിയിലൂടെയാണ് അനുഭവമാകുന്നത്. എന്നാൽ പ്രകൃതിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല, ആ ചിത്സ്വരൂപത്തിനാണ് പ്രാധാന്യം. ഇതുപോലെയാണ് രാമൻ രാമായണത്തിലൂടെ രാമനെ അനുഭവമാക്കി തരാൻ വേണ്ടി കാരുണ്യം ചെയ്യുന്നു. രാമായണത്തിൻ്റെ പ്രാധാന്യം അതിലൂടെ രാമനെ അനുഭവമാവണം എന്നുള്ളതാണ്. അതിനെന്താ നമ്മൾ വേണ്ടേ? ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ അല്ലേ? 5ാമത്തെ മന്ത്രം അതല്ലേ? ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. രാവണ അന്തകനാവണം. രാവണൻ എന്ന് പറഞ്ഞാൽ ആരാ? 10 തലയൊക്കെയുള്ള രാക്ഷസൻ അല്ലേ? പക്ഷെ ആ നാമത്തിന് എന്താ അർത്ഥം? അതൊരു നാമല്ലേ? രാവണൻ എന്നുള്ളത് ഒരു പേരല്ലേ? ആ പേരിന് എന്താ അർത്ഥം? രാവയതി ഇത് രാവണ, രമയതി ഇത് രാമ. രമിപ്പിക്കുന്നവൻ രാമൻ എന്ന് നേരത്തെ പറഞ്ഞു. രാവയതി ഇത് രാവണ, കരയിപ്പിക്കുന്നവൻ രാവണനാണ്. മനസ്സിലായോ? കരയിപ്പിക്കുന്നവൻ രാവയതി ഇത് രാവണ. നമ്മൾ നമ്മുടെ ഈ ജീവിതത്തിൽ എത്ര പേരെ കരയിപ്പിച്ചിട്ടുണ്ടാവും? ഇപ്പോഴും കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. കരയിപ്പിക്കുക വെച്ചാൽ കണ്ണൊന്ന് വെള്ളം വരുവോളം കരയിപ്പിക്കണമെന്നൊന്നുമില്ല. ദ്രോഹിക്കാം. എത്ര പേരെ ഏതൊക്കെ തരത്തിൽ നമ്മൾ വേദനിപ്പിക്കുന്നുണ്ടാവും? ശരീരം കൊണ്ട് തല്ലി വേദനിപ്പിക്കണതൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ. നമുക്കറിയാം, ശരീരം കൊണ്ട് ഒരാളെ തല്ലി വേദനിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമാണ്. അയാൾ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പോലീസിൽ ജയിലിലൊക്കെ ആവേണ്ടി വന്നു വരും. അത് പേടിയുള്ളതുകൊണ്ട് ശരീരം കൊണ്ട് ആരെയും നമ്മൾ വേദനിപ്പിക്കേണ്ടാവില്ല. പക്ഷെ വാക്കുകൊണ്ട് ഒരാളെ വേദനിപ്പിച്ചാൽ ക്രിമിനൽ കുറ്റമായിട്ട് അത്ര വരാറില്ല.
അല്ലേ? നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ രക്ഷപ്പെടാം. വാക്കുകളെ കൊണ്ട്, പ്രവൃത്തികളെ കൊണ്ട്, നമ്മുടെ സാന്നിധ്യം കൊണ്ട്, അസാന്നിധ്യം കൊണ്ട്, മൗനം കൊണ്ട് എത്ര പേരെ നമ്മൾ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ രാമനാണോ അധികം, രാവണനാണോ അധികം? നമ്മൾ സ്വയം ചിന്തിച്ച് നോക്കാം. മറ്റുള്ളവരെ രമിപ്പിക്കുന്നവനായിട്ടാണോ ഞാൻ നിൽക്കുന്നത്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവനായിട്ടാണോ ഞാൻ നിൽക്കുന്നത്? സ്വയം ചിന്തിച്ചു നോക്കാം. തിരുമേനി രാവണനാ അല്ലേ ഞാൻ നിൽക്കുന്നത് എന്നല്ലേ ചോദിച്ചത്? അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉത്തരം പറയാമല്ലോ. 12 മണി വരെ കഥ പറയുകയാണെങ്കിൽ രാമനായിട്ട് കൂട്ടാം, 12:05 രാവണനാവും അല്ലേ? ചിന്തിച്ചു നോക്കൂ. നമ്മൾ സ്വയം ചിന്തിക്കാം. നമ്മൾ എത്ര ശതമാനം രാമനാണ്, എത്ര ശതമാനം രാവണനാണ്? ഉത്തരം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓരോരുത്തർക്കും അവനവൻ്റെ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ ഉള്ളിലെ ഈ രാവണനെ ഇല്ലാണ്ടാക്കണം. രാവണാന്തക രാമ. നമ്മളെ കൊണ്ട് മറ്റാരും വേദനിക്കാത്ത നിലയിലേക്ക് എത്തണം. അഹിംസ പരമോധർമ്മ. ആരെയും വേദനിപ്പിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ ധർമ്മം. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക എപ്പോഴും സാധിക്കില്ല. നമ്മൾ ആരെയും വേദനിപ്പിക്കാതിരുന്നാൽ തന്നെ അതാണ് ഏറ്റവും വലിയ കാര്യം. എന്താ പറയുക, നമ്മൾ മറ്റൊരാളെ വേദനിപ്പിക്കുന്നില്ല എങ്കിൽ, ഓരോരുത്തർക്കും അവനവൻ്റെ ആയുസ്സിൽ കുറച്ച് സമയം കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മളായിട്ട് അത് അപഹരിക്കുന്നില്ല എങ്കിൽ, എൻ്റെ കൂടെ നിൽക്കൂ, ഇങ്ങോട്ടൊന്ന് നോക്കൂ, എന്നോട് മിണ്ടൂ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ എങ്ങനെ ശല്യപ്പെടുത്തുന്നില്ല എങ്കിൽ, അവർക്ക് അവരുടെ ജീവിതം ജീവിക്കാൻ നമ്മൾ സമയം കൊടുക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ എത്ര വലിയ ആൾക്കാരാണ്. നമ്മൾ നമ്മുടെ ചുറ്റിലുമുള്ള പലരിൽ നിന്നും അവരുടെ സമയത്തിനെ നിർബന്ധമായിട്ട് തട്ടിപ്പറിക്കാറില്ലേ? പണം തട്ടിപ്പറിക്കുന്നുണ്ടോ എന്നുള്ളതിനേക്കാളും വലുതാണ് അവരുടെ സമയം. ഓരോരുത്തർക്കും അവനവൻ്റെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കണം വേണ്ടേ? നമുക്കെല്ലാവർക്കും സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കണം. മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥതയുണ്ടാകുന്നുവെങ്കിൽ അത്രയും സമയം അവന് വേണ്ടി പോയി. നമുക്ക് വേണ്ടത് സ്വസ്ഥമായിട്ടിരിക്കല. മറ്റൊരാൾക്ക് വേണ്ടി, മറ്റൊരു വസ്തുവിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമല്ല. പിന്നെ വേണലോച്ചിട്ട് അതങ്ങോട്ട് ചെയ്ത് തീർക്കുക, വീണ്ടും എത്രയും വേഗം സ്വസ്ഥമായിട്ടിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കണം. ഇതേപോലെ തന്നെയല്ലേ നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാരും. നമ്മൾ സന്തോഷമായി, സമാധാനമായി, സ്വസ്ഥമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാരും. നമ്മളായിട്ട് അവരുടെ സമയത്തിനെ അസ്വസ്ഥമാക്കാൻ പാടുണ്ടോ? അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ പാടുണ്ടോ? പക്ഷെ ആലോചിച്ച് നോക്കൂ, സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ കെട്ടിയിടുന്നവരാണ്, വേദനിപ്പിക്കുന്നവരാണ് നമ്മൾ പലരും. നമ്മൾ സ്നേഹിക്കുകയാണ്. നീ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം എന്ന് പറയുന്ന ഒരമ്മ, നിങ്ങൾ എനിക്ക് എന്നും കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറയുന്നൊരു ഭാര്യ, മക്കൾ ഞാൻ പറഞ്ഞ പോലെ വളരണം എന്ന് പറയുന്ന ഒരച്ഛൻ, എപ്പോഴും ഇങ്ങനെ സ്നേഹം കൊണ്ട് കെട്ടിയിടുന്നവരായാൽ മറ്റുള്ളവരെ എത്ര വേദനിപ്പിക്കലാൻ നിശ്ചയമുണ്ടോ? സ്നേഹം കൊണ്ടാണ്. ഞാൻ പറഞ്ഞതനുസരിക്കണം, ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആപത്ത് വരും. അവർക്ക് ആപത്ത് വരരുതെന്ന് കരുതി സ്നേഹം കൊണ്ടാണ് പറയണേ. പക്ഷെ അവർക്ക് അവരുടേതായ നിശ്ചയങ്ങളിലൂടെ അവരുടെ ആയുസ് ജീവിക്കാനുള്ള അവകാശമില്ലേ? ഇല്ലേ? ഓരോ വ്യക്തിക്കും അവനവൻ്റെ ആയുസ് ജീവിക്കാൻ അവകാശമുണ്ട്. ഇത് നമുക്ക് വേണ്ടി ഇങ്ങനെ പോവുക. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ആയുസ് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇനി ചില ആൾക്കാരുടെ ആയുസ് കളയുക. ഏതുപോലെ?
ഈ കോളേജിലൊക്കെ റാഗിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ഇല്ലേ, ഉണ്ടായിരുന്നു. ഇപ്പം അത് നിയമപ്രകാരമൊക്കെ തെറ്റാ, എന്നാലും ഉണ്ട്. മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ ആദ്യ വർഷം വന്ന കുട്ടികളെ കഷ്ടപ്പെടുത്തും. എന്താ ഇങ്ങനെ, എന്തിനാ അതെന്നൊക്കെ ചോദിച്ചാൽ അവർ പറയും ഞങ്ങളുടെ സീനിയേഴ്സ് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വേറെ ചിലർ നമ്മളെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, അതിന് പകരം നമ്മൾ ഇനി കുറേ ആൾക്കാരെ കഷ്ടപ്പെടുത്താം. അപ്പോൾ അവരടുത്ത തലമുറയ്ക്ക് പിന്നെ കഷ്ടപ്പെടുത്തിക്കോട്ടെ. ഇതിങ്ങനെ തലമുറകളായിട്ട് തുടർന്നു വരുന്നൊരു ഏർപ്പാടാണ് റാഗിങ്. ഇതന്നെയല്ലേ നമ്മൾ ജീവിതത്തിൽ സാധാരണയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണ അല്ലേ? നമ്മുടെ കുട്ടിക്കാലത്ത് മുഴുവൻ നമ്മൾ വേറെ കുറേ ആൾക്കാരെ വേദനിപ്പിച്ചിട്ടുണ്ട്. അവർ നമ്മുടെ മനസ്സിനെ കുറേ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ മക്കളുടെ മനസ്സിനെ വേദനിപ്പിക്കണോ, നീ എൻ്റെ അടുത്തിരിക്കുക, നീ എന്നോട് മിണ്ട്, നീ എന്നെ ഇന്നലെ വിളിച്ചില്ലല്ലോ, ഞാനൊരു മെസ്സേജ് അയച്ചിട്ട് നീലട്ടിക്ക് വരാൻ എന്താ അത്ര താമസം, നിനക്കെന്താ അവിടെ പണി? സ്നേഹം കൊണ്ട് പോലും നമ്മൾ എത്ര പേരെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നു, അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുന്നു. സ്വയം ചിന്തിച്ചു നോക്കൂ. നമ്മൾ രാവണന്മാരല്ലേ? നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സത്യത്തിൽ വേണ്ടത് അവർ സുഖമായി സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് കരുതുകയാണ്. അവരെ ശല്യപ്പെടുത്താതിരിക്കലാണ് ഏറ്റവും വലിയ സ്നേഹം. ആരെയും കെട്ടിയിടാതിരിക്കലാണ് ഏറ്റവും വലിയ സ്നേഹം, അല്ലേ? ദ്രോഹം കൊണ്ട്, പലതരത്തിലുള്ള സ്വാർത്ഥം കൊണ്ട് ആൾക്കാരെ കരയിപ്പിക്കണം നമുക്കറിയാം. സ്നേഹം കൊണ്ട് പോലും നമ്മൾ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ രാവണത്വത്തിൽ നിന്ന് നമ്മൾക്ക് മോചനം വേണം. അച്ഛനിൽ നിന്നാണ്, അമ്മയിൽ നിന്നാണ്, സഹോദരങ്ങളിൽ നിന്നാണ്, ഭാര്യയിൽ നിന്നാണ്, ഭർത്താവിൽ നിന്നാണ്, മക്കളിൽ നിന്നാണ് എനിക്ക് സുഖമുണ്ടാവുക എന്ന് കരുതുമ്പോൾ നമ്മൾ സ്നേഹം കൊണ്ട് അവരെ വീർപ്പ് മുട്ടിക്കും, അവരെ ബുദ്ധിമുട്ടിക്കും. നമ്മളുടെ സുഖരിക്കണത് അതിലൊന്നുമല്ല, നമ്മളറിയണം. അവരാരുമല്ല നമുക്ക് സുഖം തരുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. നമുക്കു നാമേ പണിവതു നാഗം നരകവും. അതുപോലെ നമ്മളുടെ സുഖവും ദുഃഖവും നമ്മുടെ കയ്യിലായിരിക്കണത്, മറ്റൊരാളുടെ കയ്യിലല്ല. ഒരാൾ എന്തെല്ലാം നമുക്ക് കൊണ്ടുവന്ന് തന്നാലും നമുക്ക് സുഖം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിലും വലുതൊന്നാണ് നമ്മൾ പ്രതീക്ഷിക്കണതെങ്കിൽ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ദക്ഷിണ കിട്ടുമ്പോൾ ഇതിലധികം കിട്ടുന്ന ഞാൻ വിചാരിച്ച് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. എത്ര കിട്ടിയാലും നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. മറ്റുള്ളവർ തരുന്ന വസ്തുവല്ല, നമ്മുടെ ഉള്ളിൽ സ്വയമുള്ള അറിവാണ്, തൃപ്തിയാണ് നമ്മൾക്ക് സന്തോഷം ഉണ്ടാക്കുന്നത്. അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാതിരിക്കൽ, വിരക്തി, വേണ്ടാത്ത വിഷയങ്ങളോട് ആഗ്രഹമില്ലാതിരിക്കൽ, വിരക്തി, വേണ്ടതിനോട് മാത്രം, വേണ്ടത്ര മാത്രം മനസ്സ് ചേർന്ന് നിൽക്കൽ, ഭക്തി, ഇതൊക്കെ ഉള്ളിലുണ്ടാവുമ്പോഴാണ് നമുക്ക് നമ്മളിൽ സ്വയം ആനന്ദമായിട്ടിരിക്കാൻ പറ്റുക. എനിക്ക് എൻ്റെ ചുറ്റിലുള്ളവർക്ക് പറ്റുന്നത്ര സേവ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവരാവശ്യപ്പെടുന്നത് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ എനിക്ക് ആരിൽ നിന്നും ഒന്നും വേണ്ട. എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്ക് സന്തോഷമാണ്. അവരിങ്ങോട്ട് ചെയ്തു തരുന്നതിലല്ല എനിക്ക് സന്തോഷം. ഒരാളെ എനിക്ക് എന്തെങ്കിലും ചെയ്തു തരുന്നുണ്ടെങ്കിൽ അയാളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാനത് സ്വീകരിക്കും, എനിക്ക് വേണ്ടിയിട്ടല്ല. ഞാനത് സ്വീകരിച്ചില്ലെങ്കിൽ അയാൾക്ക് വിഷമാവില്ലേ, അതുകൊണ്ട് സ്വീകരിക്കാം. ഈ ഒരു ഭാവത്തിലൊക്കെ നമ്മൾ എത്തിത്തുടങ്ങിയാൽ നമ്മൾ ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരാളെ വേദനിപ്പിക്കാതെയോ. നമ്മുടെ ഉള്ള രാവണൻ വിരക്തി കൊണ്ടും ഭക്തി കൊണ്ടും ഒപ്പമുള്ളവനാര് എന്ന അറിവ്, ജ്ഞാനം കൊണ്ടും ഇല്ലാതാവും. അതാണ് രാവണ അന്തക രാമ എന്ന് പറയുന്നത്. രാമായണം വായിച്ച്, രാമനാമം ജപിച്ച്, രാമനെ ഭജിച്ച്, രാമൻ ഇരിക്കണത് രാമായണത്തിൽ മാത്രമല്ല എൻ്റെ ഹൃദയത്തിലും കൂടി ആവണം, നമ്മുടെ ഒപ്പം ആവണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ള രാവണൻ ഇല്ലാതായതായിട്ട് അറിയും. അതാ പറഞ്ഞത്, ശ്രീരാമ മമ ഹൃദി രമതാം. രാമ രാമ, എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ആനന്ദമായി, സ്വയം ആനന്ദസ്വരൂപനായി രമിച്ചുകൊണ്ടിരിക്കണേ. എൻ്റെ ഹൃദയത്തിൽ രാമൻ എപ്പോഴും വസിക്കുന്ന നിലയുണ്ടായാൽ എന്നിലെ രാവണൻ ഇല്ലാതായിക്കോളും.
എൻ്റെ പ്രവൃത്തികൾ ഈ ലോകത്തിലെല്ലാവർക്കും അഭിരാമമായി തീരും. അപ്പോൾ തീർച്ചയായും രാമൻ്റെ കാരുണ്യമാകുന്ന, രാമൻ്റെ ശക്തിയാകുന്ന സീതാദേവിക്ക് എന്നിലേക്ക് കാരുണ്യമുണ്ടാവും. രാമൻ കൂടെയുള്ളതായി അറിഞ്ഞ് ഭദ്രമായിരിക്കാൻ സാധിക്കും. എന്നിലെപ്പോഴും ആ രാമൻ്റെ ശീതളമായ ചന്ദ്രജ്യോത്സ്ന ഇങ്ങനെ രാമനാമം കൊണ്ട്, രാമകഥ കൊണ്ട്, രാമഭജനം കൊണ്ട്, രാമദാസന്മാരുടെ സാമീപ്യം കൊണ്ട് പതിയെ 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 സ്വസ്ഥമായ, ശാന്തമായ, പൂർണ്ണമായ നിലയിലേക്ക് എത്താൻ സാധിക്കണം എന്ന പ്രാർത്ഥനയോടെയാണ് രാമായണം ആരംഭിക്കുന്നത്. സാധിക്കും ഇല്ലേ? ഈ പറഞ്ഞു കേട്ടപ്പോൾ ആർക്കെങ്കിലും സംശയം തോന്നിയോ? അങ്ങനെ പറ്റുമോ ഇല്ലയോ എന്ന്? ഇവിടുന്ന് നീട്ടാൻ സംശയം തോന്നും. പറഞ്ഞ് കേൾക്കുമ്പോൾ ഒന്നും ഒരു സംശയം ഉണ്ടാവില്ല. ഇവിടുന്ന് നീട്ട് കഴിഞ്ഞാലാണ് ഇതിനെയൊക്കെ പറ്റുമോ? കാരണം അപ്പോഴേക്കും നമ്മുടെ മനസ്സ് വേറെ വഴിക്ക് പോവേ. നമ്മുടെ കഴിവ് കൊണ്ട് ഇതൊന്നും പറ്റില്ല. ഇവിടുന്ന് നീട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കണതേ, എനിക്കിതൊക്കെ പറ്റുമോ, ഈ കാലത്ത് ഇതൊക്കെ പറ്റുമോ, ഈ ദേശത്ത് ഇതൊക്കെ പറ്റുമോ. നമ്മൾ ആ രീതിയിലൊക്കെയാണ് ചിന്തിക്കണം. ഇത് നമ്മുടെ കഴിവുകൊണ്ടല്ല, രാമനാമത്തിൻ്റെ കഴിവ് കൊണ്ട് ഇതൊക്കെ സാധിക്കും. നമ്മുടെ കഴിവുകൊണ്ട് ഇതൊന്നും സാധിക്കില്ല. ഹനുമാൻ സ്വാമിക്ക് ലങ്കയിലേക്ക് ചാടി എത്താൻ സാധിച്ചത് രാമനാമത്തിൻ്റെ കഴിവുകൊണ്ട്, അവനുടെ കഴിവുകൊണ്ടല്ല ആണെന്ന് ഹനുമാൻ സ്വാമി പറഞ്ഞിട്ടില്ല. രാമനാമത്തിൻ്റെ ബലം കൊണ്ടാണ് ആ ഓരോ കല്ലുകളും സേതുവായി എല്ലാവർക്കും അക്കരയ്ക്ക് കടക്കാൻ വഴികാട്ടിയതല്ലേ. രാമനാമത്തിൻ്റെ ബലം കൊണ്ട് നമ്മൾക്ക് സാധിക്കും. നമ്മുടെ കഴിവുകൊണ്ട് സാധിക്കില്ല എന്ന് നമുക്കും അറിയാം, രാമനും അറിയാം. നമ്മളെയും രാമനെയും ചേർത്ത് നിർത്തും രാമനാമം. അത് എപ്പോഴും ഉള്ളിലുണ്ടാവട്ടെ. എന്തായാലും ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ആദ്യം രാമൻ്റെ വിഗ്രഹം, സുന്ദരമായ രൂപം നമ്മുടെ ഉള്ളിലൊന്ന് തെളിഞ്ഞു കിട്ടട്ടെ. അതിന് ഗുരുനാഥൻ്റെ അനുഗ്രഹം ഉണ്ടാവണം, പരദേവതകളുടെ അനുഗ്രഹം ഉണ്ടാവണം, കാരണവന്മാരുടെ അനുഗ്രഹം ഉണ്ടാവണം. എല്ലാവരെയും വന്ദിക്കുകയാണ്. നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാനെ ഭജിച്ച് ശാന്തമായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നറിഞ്ഞാൽ ലോകത്തിലെ എല്ലാവരും നമ്മളെ അനുഗ്രഹിക്കുകയുള്ളൂ. അത് നല്ല കാര്യമാണ് എന്നേ ആരായാലും പറയുള്ളൂ. നമ്മൾ ഭഗവാനെ ഭജിക്കാൻ അല്ല, മറ്റെന്തൊക്കെയോ നേടിയെടുക്കാനാണ് പുറപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ആൾക്കാർ സംശയം പറയും, വേണോ, നിന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിക്കും. ചില ആൾക്കാരുണ്ടേ, ചില പ്രത്യേക മന്ത്രം ജപിക്കുക, ചില പ്രത്യേക തന്ത്രം ചെയ്യുക, ചില പ്രത്യേക തരത്തിലുള്ള ഉപാസനകളുടെയൊക്കെ പിന്നാലെ പോവും. അവരുടെ ഉദ്ദേശം ഭഗവാനെ ഭജിക്കുക എന്നുള്ളതാണോ, അതോ ഇതിലൂടെ വേറെന്തോ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണോ? അവരുടെ ഉദ്ദേശം ഭഗവാനെ ഭജിച്ച് ശാന്തമായി ഇരിക്കലാണ് എന്ന് കണ്ടാൽ ഈ പ്രപഞ്ചം മുഴുവൻ അവരുടെ കൂടെ ഉണ്ടാവും. അവരുടെ ഉദ്ദേശം പണവും പ്രശസ്തി ഉണ്ടാക്കലാണെന്ന് കണ്ടാൽ പലരും അതിന് വിഘാതമായിട്ട് വരും. കാരണം ഈ വിശ്വം മുഴുവൻ ഇറങ്ങിയിരിക്കുന്നത് ഈ ഭഗവാൻ തന്നെയാണ്. വേണ്ട, ആപത്താണ്. പല തരത്തിലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഭഗവാൻ നോക്കും. നമ്മൾ ഇപ്പം തന്നെ സാമാന്യം അപകടമുള്ളവരാണ്. ഇനി കൂടുതൽ അപകടം ആവണ്ട എന്ന് കരുതിയിട്ട് അത്തരം ദുരാശയത്തോടു കൂടി പ്രവർത്തിക്കാൻ പുറപ്പെട്ടാൽ നമ്മളെ മുടക്കും. പക്ഷെ നമ്മൾ നല്ലതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വിശ്വരൂപനായിട്ടുള്ള ഭഗവാൻ എല്ലാ തരത്തിലും നമ്മുടെ കൂടെ നിൽക്കും. നമ്മുടെ ഉള്ളിൽ ആ രമണീയ വിഗ്രഹൻ എപ്പോഴും തെളിഞ്ഞു നിൽക്കട്ടെ. പിന്നെ എല്ലാവരെയും വന്ദിച്ച് രാമായണം പാടാനുള്ള ഭാഗ്യത്തെക്കുറിച്ച് ഓർക്കുകയാണ്. ഈ രാമായണം എങ്ങനെയുള്ളതാ? ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ട് ഇല്ലതു ഭൂമി തന്നിൽ. പണ്ട് ബ്രഹ്മാവിനാൽ വിരിഞ്ചി എന്ന് പറഞ്ഞ ബ്രഹ്മാവാണ്, ബ്രഹ്മാവിനാൽ രചിക്കപ്പെട്ടതായ രാമായണം 100 കോടി ഗ്രന്ഥമാണത്രേ.
ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ 32 അക്ഷരം. ഗ എന്ന് പറഞ്ഞാൽ 3, ഥ എന്ന് പറഞ്ഞാൽ 2, 32 അക്ഷരമാണ് ഗ്രന്ഥം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഭാഗവതം എന്ന് പറയുന്ന പുസ്തകം ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങളൊക്കെ വായിച്ച് സപ്താഹം നടത്തുന്ന പുസ്തകം, അത് 18,000 ഗ്രന്ഥം എന്നാണ് പറയാം. ഭാഗവതം നമ്മൾ 7 ദിവസം കൊണ്ട് സപ്താഹം കേൾക്കണത് 18,000 ഗ്രന്ഥം. രാമായണോ 100 കോടി ഗ്രന്ഥം. അപ്പോൾ രാമായണത്തിൻ്റെ വലുപ്പം എന്താവുമെന്ന് ആലോചിച്ച് നോക്കൂ. ബ്രഹ്മാവ് സത്യലോകത്തിരുന്ന് പാടുന്ന രാമായണത്തിൻ്റെ വലുപ്പം 100 കോടി ഗ്രന്ഥം. ഭാഗവതത്തിൻ്റെ എത്ര ഇരട്ടി ഉണ്ടാവുമെന്ന് കണക്കൂട്ടി നോക്കിക്കോളാം, സൗകര്യം പോലെ. കാൽക്കുലേറ്റർ മതിയാവില്ല ചിലപ്പോൾ. അങ്ങനെയുള്ള ആ രാമായണത്തെ ഇവിടെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? എഴുതാനോ കേൾക്കാനോ പാടാനോ മനസ്സിലാക്കാനോ ആർക്കെങ്കിലും സാധിക്കുമോ 100 കോടി ഗ്രന്ഥമുള്ള പുസ്തകം? ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഭഗവാൻ തന്നെ അതിനായി വാൽമീകി എന്ന ഒരു മഹർഷിയെ കൽപ്പിച്ചു. അവിടുന്ന് 24,000 ശ്ലോകമായിട്ട് നമുക്ക് തന്നു. 24,000 ശ്ലോകമാണ് വാൽമീകി രാമായണത്തിൽ. അത് മുഴുവൻ അങ്ങനെ ഞാൻ നോക്കി കണ്ടിട്ടല്ല പറയണത്, പക്ഷെ നോക്കിയിട്ടുള്ളവർ അറിവുള്ളവർ പറഞ്ഞതനുസരിച്ച് പറയുകയാണ്. ഓരോ 1000 ആകുമ്പോഴും 24,000 ശ്ലോകമാണ്. ഓരോ 1000 ആകുമ്പോഴും ഗായത്രിയിലെ ഓരോരോ അക്ഷരം കൊണ്ടാണത്രേ ആരംഭിക്കുക. ഗായത്രിയിൽ 24 അക്ഷരം. ആ 24 അക്ഷരം കൊണ്ടാണ് ഓരോരോ ഖണ്ഡവും ആരംഭിക്കുന്നത്. അങ്ങനെ 24,000 ശ്ലോകമാണ് വാൽമീകി രാമായണം. വേദസംഹിതം, വേദത്തിൽ പറഞ്ഞത് തന്നെയാണ് അതിൽ പറയുന്നത്. അധികം പഴക്കമൊന്നുമില്ലാത്തൊരു കഥ പറയാറ്, പറഞ്ഞു കേട്ടതാണ്, കഥയാണ്, പക്ഷേ പൊതുവെ എല്ലാവരും പറയുന്നതാണ്. വാൽമീകി രാമായണത്തിനെ മലയാളത്തിലേക്ക് വൃത്താനുവൃത്തായിട്ട് തർജ്ജമ ചെയ്യാൻ പുറപ്പെട്ടു നമ്മുടെ മഹാകവി വള്ളത്തോൾ. അപ്പം തന്നെ ചിലർ പറഞ്ഞു അത്രേ വേണ്ട, കാരണം അത് വേദമാണ്, ഗായത്രിയാണ്. ഇദ്ദേഹമാണെങ്കിൽ ഉപനയനാദികളൊന്നും കഴിഞ്ഞിട്ടില്ലാത്തൊരു വ്യക്തിയല്ലേ, വേണോ, എന്നെ ശ്രദ്ധിച്ചിട്ട് മതി എന്ന് പറയാൻ ആൾക്കാരുണ്ടേ. എന്തായാലും അദ്ദേഹത്തിനെ മുഴുവൻ മലയാളത്തിലേക്ക് ആക്കി. മുഴുവനാവണതിന് മുമ്പേ മമ കർണയുഗ്മം, ഈ 2 കാതുകളും ഇവിടെ ഇങ്ങനെ ഇതാണ് വദനവിഭൂഷണം മാത്രമായി ചമഞ്ഞു, ബധിരവിലാപം എന്നതിൻ്റെ പിന്നാലെ അദ്ദേഹം ഒരു കവിത എഴുതിയേ, അതിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഈ 2 കാതുകളും വദനവിഭൂഷണം മാത്രമായി ചമഞ്ഞു. ഈ മുഖത്തിനൊരു ഭൂഷണം മാത്രമായി ചമഞ്ഞു, എൻ്റെ ഈ കാതുകൾ കേൾക്കണ്ടേ. അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കണതാ. ഇത് 24,000 ശ്ലോകം അദ്ദേഹം തർജ്ജമ ചെയ്തപ്പോഴേക്കും കേൾവി ശക്തി നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. രാമായണം ചില്ലറ വസ്തുവൊന്നുമല്ല, വേദസംഹിതമാണ്. വളരെ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് തന്നെയാണ്. ഗൗരവമായിട്ട് എടുക്കണമെന്നേ പറഞ്ഞുള്ളൂ. അഗ്നി, വേദം ആരംഭിക്കന്നെ അഗ്നി എന്ന് പറഞ്ഞിട്ടല്ലേ, അഗ്നിമീടെ പുരോഹിതം എന്നല്ലേ. അഗ്നി നല്ല വസ്തുവല്ലേ, ഉപകാരമുള്ള വസ്തുവല്ലേ? അതെ, പക്ഷെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ആപത്താവും. അതുപോലെ വളരെ ശ്രദ്ധയോടെ മാത്രം ഗൗരവത്തോടെ സമീപിക്കാവുന്ന ഒരു വസ്തുവാണ് രാമായണം, കുട്ടിക്കളിയല്ല. ആദ്യമേ മനസ്സിലാക്കണം. പിന്നെ ആ രാമായണത്തിനെ നമുക്ക് പറഞ്ഞു തരുന്നത് ഉമാമഹേശ്വര സംവാദ രൂപത്തിലാണ്. മഹാദേവനോട് കൈലാസത്തിൽ വെച്ച് ശ്രീപാർവതി ദേവി ചോദിക്കുകയാണ് രാമനെക്കുറിച്ച്, രാമായണത്തെക്കുറിച്ച്. അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാൻ ഉള്ളിൽ പാരമാഗ്രഹമുണ്ട്, ഞാൻ അതിൻ പാത്രമെങ്കിൽ കാരുണ്യാമ്പുതേ കനിഞ്ഞരുളി ചെയ്തിടണം, ആരും നിന്തൊരുവടിയൊഴിഞ്ഞില്ലത് ചൊൽവാൻ എന്ന് പറഞ്ഞപ്പോൾ കേട്ട മഹാദേവന് വളരെ സന്തോഷമുണ്ട്.
രാമനെക്കുറിച്ച് കേൾക്കണം എന്ന് പറഞ്ഞില്ലേ, സന്തോഷമായി എന്നാണ്. സദ്ഗുരുനാഥന്മാർക്ക് അങ്ങനെയാണ്. അവർ പറഞ്ഞത് മുഴുവൻ നമ്മൾ കേൾക്കുക, കേട്ടത് ഉൾക്കൊള്ളുക, അതുപോലെ പ്രവർത്തിക്കുക. ഇതൊക്കെ ചെയ്തിട്ട് വേണം ഗുരുനാഥൻ സന്തോഷിക്കാൻ എന്നില്ല. കേൾക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴേ, നമ്മളത് പ്രാർത്ഥിക്കുമ്പോഴേ ഗുരുനാഥൻ നമ്മളോട് പ്രീതിപ്പെടുന്നു. അപ്പം നിങ്ങളെല്ലാവരും രാമായണം പറയുന്നുണ്ട്, ഈ സമയത്ത് ഇവിടെ ഉണ്ട്. ഇവരെല്ലാവരും കേൾക്കുന്നുണ്ടോ, ഉൾക്കൊള്ളുന്നുണ്ടോ? അത് വിഷയമല്ല. കേൾക്കാൻ ഇത്രയാളുണ്ട് എന്നത് തന്നെ പറയുന്നയാളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ്. ഈ ഭഗവാനും ഭഗവതിക്കൊക്കെ നിവേദ്യം സമർപ്പിക്കുമ്പോൾ പാത്രം നിറച്ച് നേദിക്കണം എന്നാണ് പറയാം. പാത്രം നിറച്ച് നിവേദ്യം വേണമെന്നാണ് പറയുക. അപ്പം നമ്മൾ സൂത്രക്കാരെന്താ ചെയ്യുക? ചെറിയ പാത്രം എടുക്കും. വലിയ പാത്രമായാൽ അത് നിറച്ച് വേണ്ടേ? അപ്പം നമ്മൾ ചെറിയൊരു ഓടെടുക്കും, അത് നിറച്ച് അങ്ങനെ നിറച്ച് പടച്ചിട്ടാണ് നേദിക്കാൻ പാടുള്ളൂ. അതുപോലെ ഇവിടെ ചെറിയൊരു ഹോളാണ്, പക്ഷെ അത് നിറച്ച ആളുണ്ട് ഇല്ലേ? ഇനിയിപ്പോൾ അടുത്ത കൊല്ലത്തേക്ക് വലിയ ഹോൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് മാഷ് പറഞ്ഞു. അപ്പോൾ എത്ര ആൾ മതിയാവില്ല എന്നറിയാം. ചെറിയ ഹോളാകുമ്പോൾ അത് നിറച്ച ആളുണ്ട്, പറയാൻ നല്ല സുഖം. ആ നിറവ്, കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ സാന്നിധ്യം, കേൾക്കാൻ ആഗ്രഹിച്ചു കൊണ്ടുള്ളൊരു പ്രാർത്ഥന, അത് തന്നെ മഹാദേവൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടാക്കി. അതുകൊണ്ട് ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളം ആർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങാം. ഇങ്ങനെ രാമനെക്കുറിച്ച് കേൾക്കണമെന്ന് തോന്നി തന്നെ ഭാഗ്യമായി തീർന്നു. മുന്നം എന്നോട് ഇതാരും ചോദ്യം ചെയ്തില്ല. ഇതിനു മുമ്പ് ഒരാളും എന്നോടിത് ചോദിച്ചില്ല. ഒരാൾ ചോദിച്ചിട്ട് വേണമല്ലോ പറയാൻ എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് ദേവി ശ്രോതാവായിട്ട് വന്നു. ഞാൻ അതുകൊണ്ട് ഭാഗ്യമുള്ളവനായി. പിന്നെ അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥം അറികയിൽ ആഗ്രഹമുണ്ടായത്. രാമനെക്കുറിച്ച് കേൾക്കുക എന്ന് പറഞ്ഞാൽ കഥ കേൾക്കണമെന്നേ പറയുള്ളൂ. രാമകഥ കേൾക്കണം എന്നേ പറയുള്ളൂ. പക്ഷേ പറഞ്ഞു തരുന്ന മഹാദേവൻ പറയണു രാമതത്വം അറിയാൻ ആഗ്രഹമുണ്ടായത്. രാമകഥ കേൾക്കണം എന്ന് നമ്മൾ പറയുമ്പോഴേക്കും മഹാദേവൻ്റെ ഉള്ളിൽ തോന്നുകയാണ്, ഗുരുനാഥൻ്റെ ഉള്ളിൽ തോന്നുകയാണ് രാമതത്വം അറിയാൻ ഇവർക്ക് ആഗ്രഹമുണ്ടായി. കാരണം കഥയും തത്വവും രണ്ടല്ല. രാമകഥയും രാമതത്വവും രണ്ടല്ല. രാമകഥ ഇങ്ങനെ അറിയുമ്പോൾ, കേൾക്കുമ്പോൾ തന്നെ അറിയും രാമതത്വം. നമ്മൾ ഊണ് കഴിക്കുമ്പോൾ വിശപ്പ് മാറുന്ന പോലെ അങ്ങനെയാണ്. നമ്മൾ വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കണം. അത് ഊണ് കഴിക്കലാവാം, ചപ്പാത്തി ആവാം, പൊറോട്ടയാവാം, വേറെ എന്തെങ്കിലും ആവാം. എന്ത് വസ്തു കഴിച്ചാലും വേണ്ടില്ല, നമ്മൾ കാണുന്നത് അതിൻ്റെ സ്വാദാണ് അല്ലേ? നിറം, മണം, സ്വാദ് ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ കഴിക്കണം ആർത്തി പിടിച്ചിട്ട്. പക്ഷെ അനുഭവത്തിൽ എന്താ ഉണ്ടാവണത്? വിശപ്പ് മാറുക, ശരീരത്തിന് പുഷ്ടി ഉണ്ടാവുക. തുഷ്ടി പുഷ്ടി ക്ഷുതപായോ അനുഘാസം. നമ്മുടെ ഉള്ളിൽ വിശപ്പ് മാറുന്നു, ശരീരത്തിന് പുഷ്ടി ഉണ്ടാവുന്നു, മനസ്സിന് സന്തോഷം ഉണ്ടാവുന്നു. നമ്മൾ താല്പര്യപ്പെടുന്നത് അതിൻ്റെ സ്വാദാണ്, എങ്കിലും അനുഭവത്തിൽ വരുന്നത് വിശപ്പ് മാറലാണ് എന്ന പോലെ നമ്മൾ കേൾക്കാൻ കൊതിക്കുന്നത് രാമകഥയാണെങ്കിലും അതുകൊണ്ട് അനുഭവത്തിലുണ്ടാവുന്നത് രാമതത്വം ഉള്ളിൽ നിറയലാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ട, കഥ കേട്ടാൽ മതി. രാമതത്വം ചിന്തിക്കേണ്ട, അത് തന്നെ ഉള്ളിൽ വന്നോളൂ. ചോറുണ്ണാൻ ചെന്നിരിക്കുമ്പോഴേ ഇത് ചോറാണ്, ഇത് കൂട്ടാണ്, ഇത് എങ്ങനെയുണ്ടാക്കി, എന്തൊക്കെയാണ് അതിൽ കഷ്ണം, ഇത് ചെന്നാൽ എങ്ങനെയാണ് എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് അതെന്നുള്ളതൊക്കെ ആഗിരണം ചെയ്യപ്പെടുന്നത്, ഇത്രയൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. മുമ്പ് കിട്ടിയത് കഴിച്ചാൽ മതി, ബാക്കിയൊക്കെ നടന്നോളൂ. അതുപോലെ നമ്മൾക്ക് ഭഗവാന്റെ കഥ ഇങ്ങനെ കേട്ടാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഉള്ളിലുണ്ടായിക്കോളും. നിങ്ങളിനി വേറൊന്നും ചിന്തിക്കണ്ട. ചിന്തിക്കാൻ പുറപ്പെട്ടാൽ മനസ്സ് വല്ല വഴിക്ക് ഓടില്ലേ? മനസ്സ് എങ്ങോട്ട് ഓടണ്ടെങ്കിൽ കേട്ടാൽ മതി. മനസ്സ് ഒതുങ്ങിയിരുന്ന് കഥ കേട്ടാൽ അത് തന്നെയാണ് പരമമായ ലാഭം. പരോഹി യോഗോ മനസ്സ സമാധി.
മനസ്സ് ഒതുങ്ങലാണ് എല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യോഗ പ്രവാഹോ പരമോധിയ, മനസ്സ് അങ്ങോട്ടും കൂടെ ഒഴുകാണ്ട് ആവലാണ് യോഗം എന്ന് പറയപ്പെടുന്നത്. നിങ്ങൾ കഥ കേൾക്കൂ, വേറെ ഒന്നും ചിന്തിക്കണ്ട, ബാക്കിയൊക്കെ അതുകൊണ്ട് ഉണ്ടായിക്കോളൂ. കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും മറ്റു പലതും ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അതുണ്ടാവില്ല. കഥയല്ലേ പറയുള്ളൂ, തത്വം പറയുമ്പോൾ ശ്രദ്ധിക്കാം, വെറുതെയാണ്. കഥ പറയുന്നത് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ തത്വം ഉള്ളിൽ പ്രകാശിക്കുള്ളൂ. ഇല്ലാതെ തത്വത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കാനിരുന്നാൽ അത് സംശയമേ ജനിപ്പിക്കുള്ളൂ, ഒരിക്കലും ജ്ഞാനം പ്രകാശിക്കില്ല. അതുകൊണ്ട് കഥ കേൾക്കണമെന്ന് തോന്നി, അത് തന്നെ ഏറ്റവും വലിയ കാര്യം. ആ സീതാരാമന്മാർ ഭഗവാൻ ശ്രീരാമചന്ദ്രനായി അവതരിച്ചു, സീതാദേവിയെ വിവാഹം ചെയ്തു, കാട്ടിലേക്ക് പോയി. അവിടെ വെച്ച് രാവണൻ തട്ടിക്കൊണ്ടുപോയി. അതിൻ്റെ പിന്നാലെ അന്വേഷിച്ചു പോയി. രാവണനെ വധിച്ച് ശ്രീരാമചന്ദ്രൻ വാനരപ്പടയോടുകൂടി അയോധ്യയിൽ തിരിച്ചെത്തി. അവിടെ പട്ടാഭിഷേകം നടന്നു. പട്ടാഭിഷേകം കഴിഞ്ഞ സമയത്ത് സീതാരാഘവ മരുത്സൂനു സംവാദം മോക്ഷസാധനം. പട്ടാഭിഷേകം കഴിഞ്ഞതിന് ശേഷം സീതാദേവിയും ശ്രീരാമചന്ദ്രനും മരുത്സൂനുവായ വായുനന്ദനായ ഹനുമാന് ചിലത് പറഞ്ഞു കൊടുക്കേണ്ടായി. അതിനെക്കുറിച്ച് ശ്രദ്ധയോടെ കേൾക്കൂ. രാമഹൃദയം എന്ന് പറയുന്ന വിഷയമാണ്. ശ്രീരാമചന്ദ്രൻ ഹനുമാനെ ചൂണ്ടിക്കൊണ്ട് സീതാദേവിയോട് ചോദിക്കണു, സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലി, നിന്നിലും എന്നിലും ഉണ്ട് എല്ലാ നേരവും ഇവൻ തൻ ഉള്ളിൽ അഭേദയായുള്ളൊരു ഭക്തി. നിന്നോടും എന്നോടും രണ്ട് തരത്തിലല്ലാതുള്ള ഭക്തി ഇവൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. സീതയോട് ഒരു തരം ഭക്തി, രാമനോട് വേറൊരു തരം ഭക്തി എന്നല്ല. സീതയെ കാണുമ്പോഴും രാമനോട് തന്നെ ഭക്തി, രാമനെ കാണുമ്പോഴും സീതയോട് തന്നെ ഭക്തി. ഇത് രണ്ടും രണ്ടല്ല, രണ്ടും ഒന്നാണെന്നറിഞ്ഞുകൊണ്ടുള്ള ഭക്തി അവൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെയുള്ള അവന് പരമാത്മജ്ഞാനമല്ലാതെ മറ്റെന്തെങ്കിലും വേണമെന്ന ആശയില്ല. ഇവനാണെങ്കിൽ നിർമ്മമനാണ്, നിഷ്കളനാണ്, നിത്യബ്രഹ്മചാരിയാണ്. യാതൊരു കളങ്കവുമില്ലാത്ത ഇയാൾക്ക് എൻ്റെ തത്വം എന്തെന്ന് നീ പറഞ്ഞു കൊടുക്കൂ എന്ന് ശ്രീരാമചന്ദ്രൻ സീതാദേവിയോട് ആവശ്യപ്പെട്ടു. ഇത് പറഞ്ഞപ്പോൾ സീതാദേവി പറഞ്ഞു, വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമ പാദഭക്തപ്രവര, കേട്ടാലും നീ. സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധിത്രമുക്തം സത്താമാത്രം എന്നിങ്ങനെ രാമതത്വത്തെ ആദ്യമേ ഉപദേശിച്ചു. ഇതൊരൊറ്റ വാക്കേ വേണ്ടു. സച്ചിദാനന്ദം ഏകം അദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം. നിശ്ചയിച്ചറിഞ്ഞുകൂടാതുള്ളൊരു വസ്തു എന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ. അറിയേണ്ടുന്നവന്, അറിയാൻ യോഗ്യതയുള്ളവന് ഇത്രയേ വേണ്ടൂ രാമതത്വം. പക്ഷെ ഇത്ര പറഞ്ഞുകൊണ്ട് നമുക്കാവുക? രാമായണം ഇനി അങ്ങോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇതേ കാര്യം രാമൻ ആരാണെന്ന് അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ എഴുത്തച്ഛന് അവസാനമില്ല. പിന്നെ അങ്ങനെ കുറേ നേരം പറയും രാമൻ ആരാണ് തത്വത്തെ പറയാൻ തുടങ്ങി. ആവർത്തിച്ച് പലവട്ടം പറയും. എന്നാൽ എന്തിനാണ് ആവർത്തിച്ച് പറയുന്നത്? നമ്മൾക്ക് ഈ രാമൻ ഇന്ന ആളാണെന്ന് ഇടയ്ക്ക് പറഞ്ഞു തരിക. ഇല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ഇത് വെറും ഒരു മനുഷ്യനാണ്, ഒരു രാജകുമാരനാണ്, ഒരു ഭർത്താവാണ് എന്ന രീതിയിലേക്ക് മാത്രം പോവും. അല്ലാട്ടോ, ഇതാ സാക്ഷാൽ സച്ചിദാനന്ദമൂർത്തിയാണ്. നമ്മൾക്ക് ചിലത് മനസ്സിലാക്കി തരാൻ വേണ്ടി നമുക്കിടയിൽ ഒരു മനുഷ്യനെ പോലെ നടിക്കണമെന്നേ ഉള്ളൂ എന്ന് ഉറപ്പിക്കാൻ വീണ്ടും 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 അത് പറഞ്ഞു തരികയാണ്. സത്യത്തിൽ രാമതത്വം എന്നുള്ളത് ഈ ആദ്യം പറഞ്ഞൊരൊറ്റ വാചകത്തിൽ കഴിഞ്ഞു. നമുക്കതാവില്ല എന്നുള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും പറയണു.
നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം എന്നിങ്ങനെ അനവധി തരത്തിൽ രാമനെക്കുറിച്ച് രാമതത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ട് തൽസ്വരൂപത്തിനുണ്ടോ ജനാദികളെന്ന് തൽസ്വരൂപത്തെ അറിഞ്ഞ് ഏവനറിയാവൂ. ആ വസ്തുവിന് പരബ്രഹ്മത്തിന് ജനനമരണാദികളുണ്ടോ, വളർച്ചയും തളർച്ചയുമുണ്ടോ എന്ന് അവിടത്തേക്ക് തന്നെ അറിയുള്ളൂ, മറ്റൊരാൾക്ക് അറിയാൻ എളുപ്പമല്ല. ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി എന്ന് വേദം പറയും. ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മം തന്നെയായി മാറുന്നു എന്ന് വെച്ചാൽ സ്വയം ബ്രഹ്മം തന്നെ ആയാലേ അയാൾക്ക് ബ്രഹ്മത്തെ അറിയാൻ സാധിക്കുള്ളൂ. അതിൽ നിന്നൊരണുവിനെങ്കിലും വേറിട്ട് നിൽക്കുന്നവന് ബ്രഹ്മതത്വം അറിയാൻ കഴിയില്ല എന്നാണ്. രാമൻ ആരെന്നറിയുന്നത് രാമൻ മാത്രമാണ്, മറ്റൊരാളല്ല. അപ്പം നമുക്കിതൊക്കെ പറയാൻ സാധിക്കുന്നതോ, രാമൻ ആര് എന്ത് എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കുന്നതോ രാമൻ്റെ കാരുണ്യം കൊണ്ട്. രാമൻ ഇവനത് അറിഞ്ഞോട്ടെ, ഇവനത് പറഞ്ഞോട്ടെ, ഇവനിലൂടെ മറ്റുള്ളവർക്കും അതറിയാൻ സാധിച്ചോട്ടെ, രാമൻ അങ്ങനെ കൽപ്പിക്കുന്നത് കൊണ്ട് നമ്മുടെ നാവിൽ രാമമഹിമ വരുന്നു എന്നല്ലാതെ അതറിയാനോ പറയാനോ നമ്മൾക്കാർക്കും ഒരു കഴിവുമില്ല. അതറിയുന്നത് അവൻ മാത്രം. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഞാനിവിടെ ഇരുന്നു കൊണ്ട് കഴിഞ്ഞ 1.25 മണിക്കൂർ ആയി രാമനെക്കുറിച്ചോ രാമായണത്തെക്കുറിച്ചോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങൾ ഓരോരുത്തരും വെറുതെ കേൾക്കുക മാത്രമാണ്, ഒന്നും പറയണില്ല. പറഞ്ഞാൽ പറ്റൂല, മിണ്ടാണ്ടിരിക്കുമോ എന്നൊക്കെ പറഞ്ഞു എന്ന് വരും. ഇവിടുന്ന് എഴുന്നേറ്റ് പോയിട്ട് നിങ്ങൾ പിന്നെ ആരോടെങ്കിലുമൊക്കെ പറയും, ഇന്ന് കാടാമ്പുഴ അമ്പലത്തിൽ രാമായണം കുറച്ച് നേരം കേൾക്കാൻ പറ്റി. രാമ എന്ന 2 അക്ഷരം നിങ്ങളുടെ നാവിൽ ഇവിടെ നിന്ന് പോയതിന് ശേഷം എപ്പോഴെങ്കിലും വന്നുവെങ്കിൽ അത് ആരുടെ കാരുണ്യം കൊണ്ടാണ്? ചിന്തിച്ചാൽ മതി. എപ്പോഴെങ്കിലും നമ്മുടെ നാവിൽ രാമ, കൃഷ്ണ, ശിവ, ഹരേ എന്തെങ്കിലും ഒരക്ഷരം വരുന്നുണ്ടെങ്കിൽ അത് ആരുടെ കാരുണ്യം കൊണ്ടാണ്? നമുക്ക് അറിവുണ്ടായിട്ടാണോ? നമ്മൾ ഈ ലോകത്ത് ജനിച്ചത് എന്തിനായിരുന്നു? അച്ഛനമ്മമാർ നമ്മളിൽ നിന്ന് എന്തെല്ലാം പ്രതീക്ഷിച്ചിരുന്നു? നമ്മൾ വളർന്നത് എങ്ങനെയാണ്? നമ്മൾ ചെയ്തത് എന്തൊക്കെയാണ്? ലോകത്തിൽ ഓരോരുത്തരും എന്തെല്ലാം നമ്മളിൽ നിന്ന് ആഗ്രഹിച്ചു, നമ്മൾ ലോകത്തിന് കൊടുത്തത് എന്ത് എന്നൊക്കെ ഒന്ന് സ്വയം ചിന്തിച്ച് നോക്കിയാൽ രാമ എന്ന് പറയാനുള്ള യോഗ്യത നമുക്കില്ല. സുകൃതം വേണ്ടേ? ചെയ്തത് മുഴുവൻ ദുഷ്കൃത. എന്നിട്ടും നമ്മുടെ ഉള്ളിൽ രാമൻ കുറച്ചെങ്കിലും സമയം വരുന്നുണ്ടെങ്കിൽ, നാവിൽ രാമ എന്ന് വരുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ കഴിവല്ലാതെ നമ്മുടെ എന്താ ഉള്ളത് അതിൽ? അങ്ങനെ ഒന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഇനി ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ കഴിഞ്ഞാൽ എന്തുറപ്പിക്കാമുള്ളിൽ? ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ നാവിന് രാമ എന്ന് പറയാൻ പറ്റി, ഭഗവാൻ എൻ്റെ ഒപ്പമുണ്ട്. എൻ്റെ കാതിന് രാമ എന്ന് കേൾക്കാൻ പറ്റി, ഭഗവാൻ എൻ്റെ ഒപ്പമുണ്ട്. അതാണ് നമ്മൾ ഒറ്റയ്ക്കല്ല. രാമ എന്ന 2 അക്ഷരം കൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ ജീവിതത്തിൽ അവിടെയും ഇവിടെയും അനുഭവമായിക്കൊണ്ടിരിക്കും. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, ഭഗവാൻ എൻ്റെ ഒപ്പമുണ്ട്, ഭഗവാൻ എൻ്റെ ഒപ്പമുണ്ട്. കാരണം എൻ്റെ നാവ് രാമ എന്ന് ഉച്ചരിച്ചു, എൻ്റെ കാത് രാമ എന്ന് കേട്ടു. ഞാൻ അനാഥനല്ല. അതുമാത്രം മതിയാവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. പണമല്ല, ബന്ധുബലമല്ല, ആരോഗ്യമല്ല, എന്തുകൊണ്ടും കിട്ടാത്ത ഏറ്റവും വലിയ സമാധാനം നമുക്ക് കിട്ടാൻ ഇതോർത്താൽ മാത്രം മതി. എനിക്ക് രാമ എന്ന് കേൾക്കാൻ സാധിച്ചു, ഭഗവാൻ എൻ്റെ ഒപ്പമുണ്ട്. ഇനി എത്ര ജന്മമുണ്ടായാലും
എനിക്ക് ഭയമില്ല. ഏതൊക്കെ അവസ്ഥകളിലൂടെ കടന്നു പോവേണ്ടി വന്നാലും എനിക്ക് ഭയമില്ല, രാമൻ എൻ്റെ ഒപ്പമുണ്ട്. ഇങ്ങനെ സ്വയം ധന്യോഹം എന്ന നിലയിലേക്ക് എത്താൻ രാമതത്വം നമ്മളെ സഹായിക്കും. ആ വഴിയിൽ നമുക്കങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കാൻ സാധിക്കണ്ടേ? നമ്മൾ സാധാരണയ്ക്ക് നടക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന അത്തരം ഇടങ്ങളിൽ രാമൻ കൂടെയുണ്ട് എന്ന് ഓർക്കാൻ സാധിക്കണമെങ്കിൽ അതേപോലുള്ള സന്ദർഭങ്ങൾ രാമൻ്റെ ജീവിതത്തിൽ ഉണ്ടായതായിട്ട് വരണം. രാമന് അച്ഛനെ വിട്ടു പോവേണ്ടി വന്നു. രാമന് അമ്മയുടെ വാക്ക് അനുസരിക്കാതെ അച്ഛന് സന്തോഷമാവാൻ വേണ്ടി ഇറങ്ങി വരേണ്ടി വന്നു. അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് കേൾക്കേണ്ടി വന്നു. രാമന് തൻ്റെ നാട് വിട്ട് മറ്റൊരിടത്ത് ഇരിക്കേണ്ടി വന്നു. രാമന് പട്ടിണി കിടക്കേണ്ടി വന്നു. രാമന് ഭാര്യയെ പിരിയേണ്ടി വന്നു. നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന എല്ലാ സന്ദർഭങ്ങളും രാമായണത്തിലുണ്ട്. ഇത് വീണ്ടും വീണ്ടും കേട്ട് ഉൾക്കൊണ്ട ഒരാൾക്ക് നമ്മുടെ ജീവിതത്തിലൊരു ദുഃഖം വരുമ്പോൾ രാമനും ഇത് വന്നിട്ടില്ലേ? രാമ എന്നുള്ളിൽ ഓർമ്മ വരാൻ അത് മതിയാവും. ധന്യരായി നമ്മൾ. രാമായ എന്ന് ഈ നാവൊന്ന് വിളിച്ചാൽ നമുക്ക് ഭഗവാൻ കൂടെയുണ്ടെന്ന് ഉറപ്പായി. ഇതിങ്ങനെ എപ്പോഴും എവിടെ വെച്ചും നമ്മളുടെ അസ്വസ്ഥതകൾ തീർത്ത് നമ്മളെ വീണ്ടും സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് എത്തിക്കാനാണ് രാമൻ്റെ കാരുണ്യം. ആ രാമൻ്റെ കാരുണ്യത്തിൻ്റെ പേരാണ് രാമചരിതം. രാമൻ്റെ കാരുണ്യത്തിൻ്റെ പേരാണ് രാമായണം. ഇതിലൂടെയൊക്കെ അനുഭവമാകുന്ന വസ്തുവാണ് രാമൻ. സീതാദേവി രാമായണത്തിലെ കഥാസന്ദർഭങ്ങളൊക്കെ പറഞ്ഞങ്ങനെ ഹനുമാനെ ഉപദേശിക്കുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ശ്രീരാമചന്ദ്രനും പറഞ്ഞു, പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നത് ജീവാത്മാവ് എന്നറിയടോ. പരമാത്മാവായ എൻ്റെ പ്രതിബിംബമാണ് ജീവാത്മാവ്. ബിംബം പ്രതിബിംബം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. കണ്ണാടിയിൽ നമ്മൾ നമ്മളെ തന്നെ കാണുമ്പോൾ അത് പ്രതിബിംബം. ബിംബമില്ലാതെ പ്രതിബിംബം ഉണ്ടാവും? ഇല്ലല്ലോ. അപ്പോൾ പ്രതിബിംബം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ബിംബമുണ്ട് അല്ലേ? പ്രതിബിംബമുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ബിംബമുള്ളത് കൊണ്ടാണ്. ജീവനായ ഞാൻ ഉണ്ട് എന്ന് പറയുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം രാമനുണ്ട് എന്നാണ്. രാമനുള്ളത് കൊണ്ടാണ് ജീവനായ ഞാനുള്ളത്. ബിംബമില്ലാതെ പ്രതിബിംബം ഉണ്ടാവില്ല. പരമാത്മാവായ രാമൻ്റെ പ്രതിബിംബമാണ് ഓരോ ജീവാത്മാവും എന്നറിയൂ. അപ്പം നമുക്ക് രാമൻ കൂടെയുണ്ട് എന്ന് ഓർക്കാൻ പ്രത്യേകിച്ച് വേറൊന്നും വേണ്ട. ഞാനുണ്ട്, അപ്പോൾ രാമനുണ്ട്. ഞാനുണ്ട് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? തിരുമേനി ഉണ്ടെന്നോ? അല്ല, അവനവനെക്കുറിച്ച് ചിന്തിക്കൂ. രാത്രിയിൽ കുറ്റാക്കൂറ്റിരുട്ടത്ത് യാതൊരു വെളിച്ചവും ഇല്ലാത്തൊരു സ്ഥലത്ത് ചുറ്റിലും എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ അവനവനുണ്ട് എന്നുള്ള കാര്യത്തിൽ വല്ല സംശയമുണ്ടോ? ഞാനുണ്ടെന്നറിയാൻ കണ്ണ് വേണ്ട, കാത് വേണ്ട, യാതൊന്നും വേണ്ട. ഞാനുണ്ട്, അത് സംശയമില്ലാത്ത കാര്യമാണ്. ഞാനുണ്ടെന്നൊരൊറ്റതിൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം, രാമനുണ്ട്. കാരണം രാമൻ്റെ പ്രതിബിംബമാണ് ഞാൻ. രാമ എന്ന അക്ഷരം പോലും വേണ്ട. നമ്മൾ രാമനാമം ഉച്ചരിക്കുന്നതിലൂടെയാണ് അത് ഇതുവരെയൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ശ്രീരാമദേവൻ പറയുമ്പോൾ അതല്ല, രാമ എന്ന അക്ഷരങ്ങൾ പോലും വേണ്ട. ഈ അക്ഷരം, ശബ്ദം എന്ന് പറഞ്ഞാൽ അതുപോലും പ്രകൃതിയുടെ ഭാഗമാണ്. കേവലം അനുഭവമാണ് ഞാൻ. അത് തന്നെ രാമൻ. പ്രകൃതിയിൽ നിന്ന് പരനായി നിൽക്കുന്നവനാണ് രാമൻ. കാരണം ഞാൻ എന്ന അനുഭവം പ്രകൃതിയിൽ നിന്ന് പരമാണ് രാമന്. ഞാൻ എന്ന അനുഭവത്തെ ശ്രദ്ധിക്കൂ, രാമനുണ്ടെന്നറിയാൻ മറ്റൊന്നും വേണ്ട. ഇങ്ങനെ ശ്രീരാമചന്ദ്രനും ഹനുമാന് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ അവരുടെ കാരുണ്യം കൊണ്ട് ഉള്ളിൽ ബോധം വന്നതായ ആ ഹനുമാൻ സ്വാമി എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ
ഇതിനു മേലെ എന്ത് വരാ കിട്ടാനുള്ളത്? മറ്റൊന്നുകൊണ്ടും കിട്ടാത്ത വസ്തു ഇതുണ്ടായാൽ മറ്റൊന്നിൻ്റെയും കുറവ് അനുഭവമാകാത്ത ജ്ഞാനം എൻ്റെ ഉള്ളിൽ പ്രകാശിച്ചിരിക്കെ, രാമനാമം നാവിലുമുണ്ടെന്നിരിക്കെ, ഇതിനു മേലെ എന്താ വേണ്ടത്? ധന്യനായി കൃതാർത്ഥനായാണ് അവിടെ നിന്ന് ഹനുമാൻ സ്വാമി പോയത്. പിന്നീട് ആ ഹനുമാൻ സ്വാമി നമ്മളെ എല്ലാവരെയും രാമകഥയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. ഹനുമാനുള്ള ശ്രദ്ധയുടെ, ഹനുമാനുള്ള ഭക്തിയുടെ കോടിയിലൊരംശം എവിടെയോ ഉണ്ട്, നമുക്കും ഇല്ലെന്ന് പറയാൻ പാടില്ല. എത്രയെത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷസാന്തകം. എത്ര എത്ര രഘുനാഥ കീർത്തനം, എവിടെ എവിടെ രാമനെന്ന് പറയപ്പെടുന്നു അവിടെ ഹനുമാനുണ്ട്. നമുക്ക് രാവിലെ 9 മണിയാകുമ്പോഴേക്കും അമ്പലത്തിൽ രാമായണമുണ്ട്, പോകണം എന്ന് തോന്നിയില്ലേ? ഇവിടെ എത്തിയില്ലേ? നമ്മുടെ ഉള്ളിൽ ആ ഹനുമാൻ്റെ ഒരംശമുള്ളത് കൊണ്ടാണ് രാമായണമുള്ളിടത്ത് എനിക്കും പോകണമെന്ന് തോന്നിയതേ. നമ്മളിലൊക്കെ ആ രാമദാസൻ്റെ ഒരു ചെറിയ അംശം, ഹനുമാൻ സ്വാമിക്ക് ഉള്ളതിൻ്റെ ഒരു ചെറിയ അംശമായ ഭക്തി, വിശ്വാസം ഉണ്ട്. പണ്ടൊക്കെ ഈ തീപ്പെട്ടി, ലൈറ്റർ മുതലായിട്ടുള്ള ഏർപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല പഴയ അടുക്കളകളിൽ. പിന്നെയാണ് തീപ്പെട്ടി വന്നത്, പിന്നെയാണ് ലൈറ്റർ വന്നത്. അന്ന് എന്താ പതിവ്? രാവിലെ തീ കത്തിച്ച് ദഹനമൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ഉമി എന്തെങ്കിലും ഇട്ടിട്ട് ചാരം മൂടി വയ്ക്കും അല്ലേ? വൈകുന്നേരം ആകുമ്പോൾ ഈ നെരിപ്പോട് വീണ്ടും വിറക് വെച്ച് ഊതി ഊതി കത്തിച്ചെടുക്കും. വൈകുന്നേരത്തെ ദഹനം കഴിഞ്ഞാൽ ഇത് വീണ്ടും കുറച്ച് ഉമിയോ എന്തെങ്കിലും ഇട്ടിട്ട് വീണ്ടും പൊത്തി വയ്ക്കും. പിറ്റേ ദിവസം രാവിലെ ആയാൽ വീണ്ടും വിറക് വെച്ചിട്ട് ഊതി ഊതി കത്തിക്കും. ഒരു ഇത്തിരി കനലുണ്ടെങ്കിൽ അതിനെ വലിയൊരു അഗ്നിയാക്കാൻ നമുക്ക് പറ്റും. അതിനുള്ള ഇന്ധനം ചേർത്ത് ഊതി ഊതി കത്തിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരിത്തിരി രാമചിന്തയുണ്ട്, രാമഭക്തിയുണ്ട്, സുഹൃതമുണ്ട്. അതിനെ വീണ്ടും വീണ്ടും ഈ കഥകളിലൂടെ, നമ്മുടെ നാമജപത്തിലൂടെയും വളർത്തിയെടുത്താൽ തീർച്ചയായും നമുക്കും ധന്യോഹം എന്ന നിലയിലേക്ക് എത്താൻ സാധിക്കും. രാമഹൃദയം കേട്ട ഹനുമാൻ സ്വാമിക്ക് എന്തൊരു ധന്യതയാണുണ്ടായത്. അതേപോലെ രാമനെക്കുറിച്ച് കേൾക്കുന്ന നമുക്കും അതേ ധന്യതയുണ്ടാവും. ഇനി വരും ദിവസങ്ങളിലായിട്ട് ഇപ്പം തൽക്കാലം ഇത്രമാത്രം പറഞ്ഞ് നിർത്തുകയാണ്. കഥയിലേക്ക് പ്രവേശിച്ചിട്ടില്ല, അതിനു മുമ്പ് നിർത്തിയല്ലേ ചെയ്ത പാരായണം. അപ്പോൾ നമുക്ക് കഥയും ഇവിടെ നിർത്താം. നാളെ അഹല്യാമോക്ഷം എന്നാണ് എനിക്ക് പ്രധാനമായിട്ട് തന്നിട്ടുള്ള വിഷയം. അപ്പോൾ അതുകൂടി വായിച്ചോളൂ കേട്ടോ, എന്നിട്ട് നമുക്ക് പറയാം. കായേന വാചാ മനസേന്ദ്രിയൈർവാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ